ഓക്കെ, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്വസ്റ്റ്യൻ ടാഗ് ആണ്. ക്വസ്റ്റ്യൻ ടാഗ് എല്ലാവർക്കും അറിയുന്നതായിരിക്കും, ബേസ് കുറച്ച് എല്ലാവർക്കും അറിയുന്നതായിരിക്കും. എന്നാലും എപ്പോഴും ക്വസ്റ്റ്യൻസ് ഉണ്ടാവുന്ന എല്ലാ കാറ്റഗറിയിലുള്ള കുട്ടികൾക്കും ക്വസ്റ്റ്യൻസ് ഉണ്ടാവുന്നതാണ് ക്വസ്റ്റ്യൻ ടാഗ് എന്ന്. അപ്പോൾ നമുക്കൊരു മാർക്ക് കിട്ടാനുള്ള ഒരു ക്ലാസ്സാണ് ഇന്നത്തെ. എന്തായാലും ക്വസ്റ്റ്യൻ വരുന്നതാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ ടാഗ് എന്ന് വെച്ചാൽ എന്താണെന്നൊക്കെ ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയായിരിക്കും. ഒരു മിനി ക്വസ്റ്റ്യൻ ആണ്, ഒരു ലഘു ക്വസ്റ്റ്യൻ. കാരണം എന്താണ് അല്ലേ, ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. നമ്മൾ ക്വസ്റ്റ്യൻ്റെ അകത്ത് ഇങ്ങനെ കാണാറുണ്ട് ക്വസ്റ്റ്യൻ ടാഗ്. ഇനിയിപ്പോൾ ക്വസ്റ്റ്യൻ ടാഗ് ആണെന്ന് മനസ്സിലാക്കാൻ അറിയാത്ത ആൾക്കാരൊക്കെ ഉണ്ടോ? ഇത് ക്വസ്റ്റ്യൻ ടാഗ് ആണെന്ന് ഞാൻ ഈ സ്ക്രീന് ഷെയർ ചെയ്യുന്നുണ്ട്, കാണുന്നില്ലെങ്കിൽ പറയണേ. നിങ്ങൾക്ക് ഈ വൈറ്റ് ബോർഡ് കാണുന്നുണ്ടോ? യെസ് മാം. ഓക്കെ, ശരി, കാണുന്നുണ്ട്. ഓക്കെ. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ ടാഗ് ഡിസ്കസ് ചെയ്യുമ്പോൾ എപ്പോഴും ഉള്ളതാണ്, എല്ലാവർക്കും കുറച്ചൊക്കെ അറിയായിരിക്കും. ഒരു ചെറിയ പൊടിക്കുള്ള ഇതൊക്കെ നമ്മുടെ കയ്യിലുണ്ടാവും. എന്നാലും എല്ലാവർക്കും ഇതിൽ നിന്ന് മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ എന്താണ് നോട്ട്സ് ഞങ്ങൾക്ക് അയച്ചു തരും, അത് നോക്കുക, കൃത്യമായിട്ട് പഠിച്ചു വെക്കുക, ഇപ്പം തന്നെ പഠിച്ചു വെക്കുക. അപ്പോൾ ക്വസ്റ്റ്യൻ ടാഗ് ഇറ്റ്സ് എ മിനി ക്വസ്റ്റ്യൻ അല്ലേ. അപ്പോൾ നമ്മൾ ഇതിൽ ആർക്കെങ്കിലും ഇനി ക്വസ്റ്റ്യൻ ടാഗ് ആണെന്ന് ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇത് ക്വസ്റ്റ്യൻ ടാഗ് ആണെന്ന് മനസ്സിലാവാത്തവർക്ക് വേണ്ടി ജസ്റ്റ് ഒരു ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി മാത്രം എങ്ങനെയായിരിക്കും ഈ ക്വസ്റ്റ്യൻ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നന്ദന ഒരു ക്വസ്റ്റ്യൻ ആണ്. നന്ദന ഈസ് എ ഡോക്ടർ, ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ ഉള്ളത്. നന്ദന ഈസ് എ ഡോക്ടർ, ഒരു കോമ, ആൻഡ് ദെൻ പിന്നെന്താണ്, ഒരു ഡാഷ് ആയിരിക്കും. ഒരു കോമയും അതിനുശേഷം ഒരു ഡാഷ് ഉണ്ടാവും, എന്നിട്ട് ഒരു ക്വസ്റ്റ്യൻ മാർക്കും. ഇതാണ് ക്വസ്റ്റ്യൻ ടാഗിന്റെ ഇല്ലേ. ഇങ്ങനെയാണ് നമ്മൾ ഇത് ക്വസ്റ്റ്യൻ ടാഗ് ആണെന്ന് ഐഡന്റിഫൈ ചെയ്യുന്നത്. ഇത് ആർക്കെങ്കിലും അറിയാത്തത് ഉണ്ടാവും വിചാരിച്ചുകൊണ്ടാണ് പറയുന്നത്. ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവും, നന്ദന ഈസ് എ ടീച്ചർ എന്നായിക്കോട്ടെ. നന്ദന ഈസ് എ ടീച്ചർ, ഒരു ടീച്ചറാണ് എന്ന് പറയുന്നു. ആൻഡ് ദെൻ ഒരു കോമ, പിന്നെ ഒരു ഡാഷ്, പിന്നെ ക്വസ്റ്റ്യൻ മാർക്ക്. ഇതാണ് ക്വസ്റ്റ്യൻ ടാഗിന്റെ ക്വസ്റ്റ്യൻ. ഇത് കാണുമ്പോൾ മനസ്സിലായിക്കോളൂ ഇതാണ് ക്വസ്റ്റ്യൻ ടാഗ് എന്ന്. അപ്പോൾ നമുക്ക് പിന്നെ ഇനി മനസ്സിലാക്കേണ്ട ആദ്യത്തെ കുറച്ച് റൂൾസ് ഉണ്ട്. കുറച്ച് റൂൾസ് നമ്മൾ മനസ്സിലാക്കണം ഈ ക്വസ്റ്റ്യൻ ടാഗ് ചെയ്യുമ്പോൾ. തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് പോസിറ്റീവ്, ഫസ്റ്റ് റൂൾ അതാണ്. തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്, ഈ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഇതാണ്, ആദ്യത്തെ ഭാഗമാണ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. നന്ദന ഈസ് എ ടീച്ചർ എന്ന് പറയുന്നത്, അല്ലെ ഷീ ഈസ് എ ഡാൻസർ, അല്ലെങ്കിൽ ഹീ ഈസ് എ നൈസ് ഗൈ എന്നൊക്കെ പറയുന്നത് ഇങ്ങനെയുള്ള ഒരു സ്റ്റേറ്റ്മെന്റ്. ആദ്യത്തെ ഭാഗം, കോമയ്ക്ക് മുന്നേ ഉള്ള ഭാഗത്തെയാണ് സ്റ്റേറ്റ്മെന്റ് എന്നും അതിനുശേഷം വരുന്നതിനെയാണ് നമ്മൾ എന്താ പറയുന്നത്, ക്വസ്റ്റ്യൻ ടാഗ് എന്നും പറയുന്നത്. ഇപ്പോ ഈ ഭാഗം ഫസ്റ്റ് വരുന്ന ഈ ഭാഗം ഇത് നിങ്ങൾക്ക് അറിയായിരിക്കും, എന്നാലും ജസ്റ്റ് ഒന്ന് ഓർമ്മിക്കാൻ വേണ്ടിയിട്ട്, മറന്നുപോയവർക്ക് ജസ്റ്റ് ഒന്ന് ഓർമ്മിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ഫസ്റ്റ് വരുന്ന ഈ സ്റ്റേറ്റ്മെന്റ് ഭാഗം, ഒന്നാമത്തെ റൂളാണ് പോസിറ്റീവ് ആണോ എന്ന് ഐഡന്റിഫൈ ചെയ്യുക, അല്ലെങ്കിൽ ഇത് നെഗറ്റീവ് ആണോ എന്ന് ഐഡന്റിഫൈ ചെയ്യുക. സ്റ്റേറ്റ്മെന്റ് പോസിറ്റീവ് ആണോ അല്ലെ നെഗറ്റീവ് ആണോ എന്ന് തിരിച്ചറിയാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. ഒരു ക്വസ്റ്റ്യൻ കണ്ടു, ക്വസ്റ്റ്യൻ ടാഗ് ആണെന്ന് നമുക്ക് മനസ്സിലായി, എന്നിട്ട് നമ്മൾ നോക്കുന്നു, നമ്മുടെ സ്റ്റേറ്റ്മെന്റ് നോക്കുന്നു, സ്റ്റേറ്റ്മെന്റ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് ഐഡന്റിഫൈ ചെയ്യുന്നു. പോസിറ്റീവും നെഗറ്റീവും ഐഡന്റിഫൈ ചെയ്യാൻ വേഗം കഴിയും. കാരണം എന്താണ്, നെഗറ്റീവിൽ എപ്പോഴും നോ, നോട്ട്, നോറ് ഇങ്ങനെയുള്ള കുറച്ച്, അത് ഞാൻ പറഞ്ഞു തരാം. ഇത് ഏതൊക്കെ വേർഡ്സ് ആണ് നെഗറ്റീവ് വരുന്നത്. പോസിറ്റീവ് എന്താണ്, ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലേ, അവിടെ നോട്ടും അങ്ങനെയുള്ള കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല. ഇനി നെഗറ്റീവ് വേർഡ്സ്, നമുക്ക് നെഗറ്റീവ് വേർഡ്സ് ഒരു ഡൗട്ട്. അപ്പൊ ഈ പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് വരുമ്പം ക്വസ്റ്റ്യൻ ടാഗ് നെഗറ്റീവ് ആയിരിക്കൂലേ? ക്വസ്റ്റ്യൻ ടാഗ് നെഗറ്റീവ് ആയിരിക്കും. പറയാം, അതിലേക്ക് വരാം.
അപ്പൊ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇത് പോസിറ്റീവ് ആണോ അല്ല നെഗറ്റീവ് ആണോ എന്ന് നമ്മൾ മനസ്സിലാക്കണം. സ്റ്റേറ്റ്മെന്റ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് മനസ്സിലാക്കണം. പോസിറ്റീവ് നമുക്ക് വേഗം മനസ്സിലാവും. എന്നാൽ ചില നെഗറ്റീവ് വേർഡ്സ് നമ്മൾ പഠിച്ചിരിക്കണം. ഞാൻ നോട്ട് തരുന്നുണ്ട്, എന്നാലും നിങ്ങളൊന്ന് കേട്ടിരിക്കുക. നെഗറ്റീവ് വേർഡ്സ് നമ്മുടെ സെന്റൻസിൽ സ്റ്റേറ്റ്മെന്റിലുള്ള നെഗറ്റീവ് വേർഡ്സ് ഏതൊക്കെയാണെന്ന് ഒബ്വിയസ്ലി നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും. നോ, നോട്ട് ഉണ്ടാവും, പിന്നെ എന്തുണ്ടാവും, നോബഡി അല്ലെ, നോ വരുന്ന കുറച്ച് കാര്യങ്ങൾ, നോബഡി, നോട്ട്, നോറ്, നെയ്തർ. നെയ്തർ പറഞ്ഞാൽ നിങ്ങൾക്ക് ഏതെങ്കിലും അറിയോ? നെയ്തർ, ഡോണ്ട്, ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ ഇത് നെഗറ്റീവ് ആണ് അല്ലെ. ഡോണ്ട്, ഒച്ചത്ത് പറഞ്ഞോളൂ. ഇല്ല, എയ്തർ ഇല്ല, നെയ്തർ. നോ വണ്ണ് കഴിഞ്ഞാൽ വേറെ ഏതായിരിക്കും? നത്തിങ്, നോ വൺ, നത്തിങ്. കുറച്ചും കൂടി അപ്ഡേറ്റഡ് ആയിട്ട് പറയുകയാണെങ്കിൽ ഇത് നമുക്ക് ഈ നോ വെച്ച് നത്തിങ് എന്നൊക്കെ പറയുന്നത് നമുക്ക് പെട്ടെന്ന് കിട്ടും. എന്നാൽ കിട്ടാത്ത കുറച്ച് കാര്യങ്ങൾ, ലിറ്റിൽ, ഫ്യൂ, നെവർ, ബെയർലി. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് പഠിച്ചു വെക്കണേ. ലിറ്റിൽ, ഫ്യൂ, ബെയർലി, റയർലി. ഇതിൻ്റെയൊക്കെ മീനിങ് എന്താണ്? നെഗറ്റീവ് ആണ്. നെവർ പറഞ്ഞാലും ലിറ്റിൽ എന്നൊക്കെ പറഞ്ഞാലും ഇല്ല എന്ന് സൂചിപ്പിക്കുന്നതിനാണ്. സെൽഡം, അപ്പൊ നമ്മൾ പറഞ്ഞത് നത്തിങ് വെച്ച് അല്ലെ, നെഗറ്റീവ് വേർഡ്സ് വെച്ചിട്ട് ലിറ്റില്, ഫ്യൂ, റയർലി, നെവർ, ബെയർലി, ഹാർഡ്ലി, പിന്നെ എന്താണ്, റയർലി, സ്കേഴ്സ്ലി. അതന്നെ, സ്കേഴ്സ്ലി, പിന്നെ എന്താണ്, റയർലി, സ്കേഴ്സ്ലി, ഹാർഡ്ലി, സെൽഡം, നെവർ, നോ, നോറ്, നെയ്തർ, നോ വൺ, നത്തിങ്, നോബഡി, നോട്ട്, ഡോണ്ട്. ഇവയൊക്കെയാണ് നമ്മുടെ നെഗറ്റീവ് വേർഡ്സ്. ഫ്യൂ അതാ പറഞ്ഞല്ലോ, ഫ്യൂ പറഞ്ഞു. നമ്മൾ ഫ്യൂ പറഞ്ഞിട്ടുണ്ട്. ഫ്യൂവും ലിറ്റിലും ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഫ്യൂ, ലിറ്റില്, നെവർ, സെൽഡം, ഹാർഡ്ലി, ബെയർലി, സ്കേഴ്സ്ലി, റയർലി. ഇനി നമുക്ക് വേഗം മനസ്സിലാവുന്ന നോ, നോറ്, നെയ്തർ, നോ വണ്ണ്, നത്തിങ്, നോബഡി, നോട്ട്, ഡോണ്ട്. ഇത് നമ്മൾ മനസ്സിലാക്കി വെക്കണം. നണ്ണ് പൊതുവേ നമ്മൾ വരാറുണ്ട്, പക്ഷെ ക്വസ്റ്റ്യൻ ടാഗിൽ പൊതുവേ നമ്മൾ കാണാറില്ല. ഈ ക്വസ്റ്റ്യൻ നണ്ണ് വെച്ച് നമുക്ക് ഒരു സ്റ്റേറ്റ്മെന്റ് പൊതുവേ തന്നു വരാറില്ല. എപ്പോഴും ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, എപ്പോഴും ക്വസ്റ്റ്യൻ ടാഗിൽ വരുന്ന നിങ്ങൾ കുറച്ച് കുഴപ്പിക്കണമെന്ന് തോന്നുന്ന വേർഡ്സ് ഈ പറഞ്ഞതൊക്കെയാണ്. ലിറ്റില്, ഫ്യൂ, നെവർ, സെൽഡം, ഹാർഡ്ലി, ബെയർലി, സ്കേഴ്സ്ലി, റയർലി. പിന്നെ നിങ്ങൾക്ക് അറിയുന്ന നോ, നോറ്, നെയ്തർ, നോ വൺ, നത്തിങ്, നോബഡി, നോട്ട്, ഡോണ്ട്. ഇവയൊക്കെയാണ് പൊതുവെ കണ്ടുവരുന്ന നെഗറ്റീവ് സെന്റൻസ്. ഇതിൽ നിന്നേ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളൂ. ഇതിൻ്റെ അപ്പുറത്തേക്ക് വേറൊരു ക്വസ്റ്റ്യൻ നെഗറ്റീവ് സെന്റൻസ് വേർഡ്സ് ആക്കി ചോദിച്ചിട്ടില്ല. അപ്പം നമ്മൾ സ്റ്റേറ്റ്മെന്റ് മനസ്സിലാക്കി കഴിഞ്ഞിട്ട് അതിൻ്റെ അകത്ത് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ സെന്റൻസ് എന്ന് മനസ്സിലാക്കി അതിനുശേഷം വി ഹാവ് ടു ഐഡന്റിഫൈ ഒരു സെക്കൻഡ് റൂൾ എന്ന പോലെ സ്റ്റേറ്റ്മെന്റ് പോസിറ്റീവാ നെഗറ്റീവാ എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഓക്സിലറി വേർബിനെ മനസ്സിലാക്കണം. നിങ്ങൾ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിൽ ചിലവർക്കൊക്കെ ഓക്സിലറി വേർബ് എന്താണെന്ന് അറിയാമായിരിക്കും. കാരണം എന്താണ്? ഓക്സിലറി വേർബ് വെച്ചിട്ടാണ് നന്ദന ഈസ് എ ടീച്ചർ എന്ന് പറയുമ്പോൾ, നന്ദന ഈസ് എ ടീച്ചർ എന്ന് പറയുമ്പോൾ, അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ ടാഗ് തയ്യാറാക്കുക എപ്പോഴും എന്താണ്? ഓക്സിലറി വേർബ് ഉപയോഗിച്ചാണ് നമ്മൾ ക്വസ്റ്റ്യൻ ടാഗ് ആരംഭിക്കുന്നത്. ഇവിടെ വരുന്നത് അല്ലെ, ക്വസ്റ്റ്യൻ ടാഗ് വരുന്ന എപ്പോഴും ഓക്സിലറി വേർബ് ആയിരിക്കും നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഇനി ഓക്സിലറി വേർബ് ഇല്ല എന്ന് വെച്ചോ, നമ്മുടെ സെന്റൻസിൽ ഓക്സിലറി വേർബ് ഇല്ലാത്ത സാഹചര്യങ്ങളിലും നമുക്ക് സ്പ്ലിറ്റ് ചെയ്തേണ്ടി വരുമല്ലോ. അപ്പൊ അങ്ങനെ നമ്മൾ എന്ത് ചെയ്യേണ്ടത്? വെർബിനെയാണ് അവിടെ സ്പ്ലിറ്റ് ചെയ്യേണ്ടത്. നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. സ്റ്റേറ്റ്മെന്റ് നോക്കിയിട്ട് എന്താണ് ഓക്സിലറി വേർബും ഓക്സിലറി വേർബ് ഇല്ലാത്ത കേസിൽ നമ്മൾ എങ്ങനെ നമ്മൾ ഓക്സിലറിനെ കൊണ്ടുവരും എന്നൊക്കെയാണ് ഇനി അടുത്ത റൂളായിട്ട് പറയാനുള്ളത്. ശരി,
കുറച്ചു പേർക്കൊക്കെ ഓക്സിലറി വേർബ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയായിരിക്കും അല്ലേ? ആർക്കെങ്കിലും തീരെ അറിയാത്തവരുണ്ടോ? ആരെങ്കിലും? കുറച്ച് പേർക്കൊക്കെ അറിയായിരിക്കും അല്ലേ? എന്നാൽ ഒന്ന് ഞാൻ പറഞ്ഞുതരാം, അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് ഓർമ്മ വരും. മറന്നുപോയായിരിക്കാം. ആം, ഈസ്, ആറ്, വാസ്, വേറ്, ഹാസ്, ഹാവ്, ഹാഡ്, ഡു, ഡസ്, ഡിഡ്, വില്ല്, ഷാള്, മേ, ക്യാന്, വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ്, നീഡ്, അല്ലേ, നീഡ്, ഡയർ, മസ്റ്റ്, യൂസ്ഡ് ടു, ഔട്ട് ടു. ഇത്ര കുറച്ച് വേർഡ്സ് ഒക്കെ നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാവും അല്ലെ? ആം, ഈസ്, ആറ്, വോസ്, വേറ്, അല്ലേ, ക്യാന്, കുഡ്, വില്ല്, ഷുഡ്, അല്ലേ, മേ, മൈറ്റ്, ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഈ നോട്ട്സ് ഞാൻ തരാം, അത് പഠിച്ചു വെക്കണം. ഏതാണ് ഓക്സിലറി വേർബ് എന്നുള്ള കുറച്ച് ബേസ് നിങ്ങൾക്ക് ഉണ്ടാവും, എന്നാലും മറന്നു പോകരുത്. അപ്പോൾ ഓക്സിലറി വേർബ് ഏതൊക്കെ നമ്മൾ പറയുന്നത്? ആം, ഈസ്, ആറ്, വാസ്, വേർ, ഹാവ്, ഹാസ്, ഹാഡ്, ഡു, ഡസ്, ഡിഡ്, വില്ല്, ഷാള്, മേ, ക്യാൻ, വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ്, നീഡ്, അല്ലേ? നീഡ് നമ്മൾ പൊതുവേ യൂസ് ചെയ്യാത്തതാണ് ഒന്ന് നീഡ് എന്ന് പറയുന്നത്, അത് ഓർമ്മിച്ച് വെക്കാം. നീഡ്, യൂസ്ഡ് ടു എല്ലാം വന്നിട്ട് ക്വസ്റ്റ്യൻ വരും, അപ്പൊ നമുക്ക് കൺഫ്യൂഷൻ വരുന്ന ഭാഗമാണ്. യൂസ്ഡ് ടു, ought to, ഇതൊക്കെയാണ് നമ്മൾ പൊതുവേ യൂസ് ചെയ്യാത്തത്. എന്നാലും അല്ലേ, ഇത് ക്യാന്, കുഡൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും. ക്യാന്, കുഡ്, അല്ലെ, മേ, മൈറ്റ്, ഇതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. മേ, മൈറ്റ്, അല്ലേ, മേ, മൈറ്റ്, വില്ല്, വുഡ്, ഇതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. കേട്ടിട്ടില്ലാത്തയായിരിക്കും യൂസ്ഡ് ടു, ought, എന്നാലും അറിയായിരിക്കും. ഇത്തരം കാര്യങ്ങൾ ഓർമ്മിച്ച് വെക്കാം. നമ്മൾ പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്ന സ്റ്റേറ്റ്മെന്റ് മനസ്സിലാക്കി അതിനുശേഷം നമ്മൾ ഐഡന്റിഫൈ ചെയ്യേണ്ടത് നമ്മുടെ സ്റ്റേറ്റ്മെന്റിൽ, നമ്മുടെ സെന്റൻസിൽ നമുക്ക് തന്ന സ്റ്റേറ്റ്മെന്റിൽ, അല്ലെ, നമ്മുടെ സ്റ്റേറ്റ്മെന്റിൽ ഏതാണ് ഓക്സിലറി വേർബ് എന്ന്, അല്ലെ, ഏതാണ് ഓക്സിലറി വേർബ് എന്ന് നമ്മൾ കണ്ടെത്തണം. അപ്പൊ ക്വസ്റ്റ്യൻ നമ്മൾ ഇങ്ങനെ കണ്ടെത്തി. നിത ഈസ് എ ഡാൻസർ എന്ന് വായിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലായി എന്താണെന്ന്. ഇതൊരു പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണെന്ന് നമുക്ക് മനസ്സിലായി. കാരണം ഇതിൻ്റെ അകത്ത് നോ, നോറ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നെഗറ്റീവ് വേർഡ് വരുന്ന ഒന്നും വന്നിട്ടില്ല. ബെയർലിയോ, സ്കെയർലിയോ, അല്ലെങ്കിൽ നോറോ, അല്ലെങ്കിൽ നോട്ടോ, ഡോണ്ടോ, അങ്ങനെ ഒന്നും ഇതിൽ വന്നിട്ടില്ല. ഇതൊരു പോസിറ്റീവ് സെന്റൻസ് ആണെന്ന് നമുക്ക് മനസ്സിലായി. പോസിറ്റീവ് സെന്റൻസ് ആണെന്ന് മനസ്സിലായപ്പോൾ ഇനി നമ്മളോട് എന്താ പറഞ്ഞത്? ക്വസ്റ്റ്യൻ ടാഗ് ആരംഭിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണമെന്ന് പറയുന്നത്? ഓക്സിലറി വേർബ് വേണം. അപ്പോൾ ഇതിൽ ഓക്സിലറി വേർബ് ഏതാണെന്ന് നമ്മൾ എവിടെയാ നോക്കേണ്ടത്? അല്ലേ, നമുക്ക് വേറെ എവിടുന്നും ഓക്സിലറി വേർബ് കിട്ടില്ല. എവിടുന്ന് തന്നെ നോക്കണം? ഈ സ്റ്റേറ്റ്മെന്റിൽ എവിടെയാണ് ഓക്സിലറി വേർബ് ഉള്ളതെന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. ഇതിൽ വേഗം മനസ്സിലാക്കാൻ പറ്റുമല്ലോ ഇതിലെ ഓക്സിലറി വേർബ് ഏതാണെന്ന്? ഒന്ന് പറഞ്ഞേ. ഈസ് ആണ്, അല്ലെ? ഈസ് ആണ് ഇവിടുത്തെ ഓക്സിലറി വേർബ് എന്ന് നമുക്ക് മനസ്സിലായി. അപ്പൊ നമ്മൾ അവിടെ തന്നെ വട്ടം ചെയ്തു, അല്ലെ? ഈസ് ആണെന്ന് മനസ്സിലായി. ഇനി വേറൊരു കാര്യമുണ്ട്. എന്താണ്? നമ്മൾ ഓക്സിലറി വേർബിനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ പറയുന്നത് എന്താണ്? നമ്മുടെ സ്റ്റേറ്റ്മെന്റ് പോസിറ്റീവ് ആണെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യൻ ടാഗ് എന്തായിരിക്കണം എന്നാ പറയുന്നത്? നെഗറ്റീവ് ആയിരിക്കും. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ സ്റ്റേറ്റ്മെന്റ് പോസിറ്റീവ് ആണെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യൻ ടാഗ്, ഈ ഭാഗത്ത് വരുന്ന രണ്ടാമത്തെ പാർട്ടിൽ വരുന്ന ക്വസ്റ്റ്യൻ ടാഗ് എപ്പോഴും നെഗറ്റീവ് ആയിരിക്കണം. നെഗറ്റീവിലായിരിക്കണം നമ്മളെ സെന്റൻസ് ഉണ്ടാകുന്നത്. നെഗറ്റീവിലായിരിക്കും നമ്മളെ ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ട്. അപ്പം നമ്മളിവിടെ ഈസ് കണ്ടെത്തി. ഈസ് ആണ് എന്ത് എന്ന് പറയുന്നത്? ഇവിടുത്തെ ഓക്സിലറി എന്ന് കണ്ടെത്തി. ഇനി ഓക്സിലറിനെ നമ്മൾ എന്ത് ചെയ്യണം? നെഗറ്റീവിലേക്ക് മാറ്റണം. ക്വസ്റ്റ്യൻ അല്ലെ, സ്റ്റേറ്റ്മെന്റ് പോസിറ്റീവിലാണെങ്കിൽ ഇതുകൊണ്ട് തന്നെ നമ്മുടെ ക്വസ്റ്റ്യൻ ടാഗ് നെഗറ്റീവിലായിരിക്കണം. നെഗറ്റീവിൽ എങ്ങനെ എഴുതും? ഈസ് നോട്ട് എന്ന് എഴുതാൻ പറ്റുമോ? എങ്ങനെയാ നിങ്ങൾ എഴുതാറ്? ഈസ് ഇൻഡ് എന്ന്, അല്ലെ? ഈസ് ഇൻഡ് എന്ന് നമുക്ക് കിട്ടി. ഇനി ഈസ് ഇൻഡ് മതിയോ? പോരാ, അല്ലെ? ഈ സിൻഡെന്ന് പോരാ. ഈ സിൻഡെന്ന് പോരെ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? സ്റ്റേറ്റ്മെന്റില്, ഇതൊരു സ്റ്റേറ്റ്മെന്റ് ആണല്ലോ, ഇവിടെ ഒരു സബ്ജക്റ്റ് ഉണ്ട്. ഒരു സബ്ജക്റ്റ് ഉണ്ട്. ഇനി ഈ സബ്ജക്റ്റ് ഒന്നും നിങ്ങൾ നോക്കണ്ട. നമ്മുടെ ഈ ഓക്സിലറി വെർബിന്റെ തൊട്ടടുത്തിരിക്കുന്ന ആരാണോ എന്ന് നോക്കുക. അടുത്തുള്ള ആരാണോ, പ്രവൃത്തി ചെയ്യുന്ന ആളാണ് സബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഇവിടെ ചെയ്യുന്ന സബ്ജക്റ്റ് ഇവിടെ പറയുന്നത്, അല്ലേ, ഇയാളാണ്. നമ്മുടെ നിത എന്ന് പറയുന്ന ആളാണ് നമ്മുടെ ഇവിടുത്തെ സബ്ജക്റ്റ്.
സബ്ജക്റ്റിന് അനുസരിച്ചുള്ള എന്താണ് പ്രോനൗൺ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ക്വസ്റ്റ്യൻ ടാഗിൽ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഒന്നും ചിന്തിക്കേണ്ട, ഭയങ്കരമായിട്ടൊന്നും ചിന്തിക്കാനൊന്നുമില്ല. ക്വസ്റ്റ്യൻ ടാഗ് വളരെ സിമ്പിളാണ്. നമ്മൾ ഓക്സിലറി വേർബ് കണ്ടെത്തി, ഓക്സിലറി വേർബ് കണ്ടെത്തിയാൽ മാത്രം പോരാ, ഓക്സിലറി വേർബിനെ നമ്മൾ സ്റ്റേറ്റ്മെന്റ് നോക്കിയിട്ട് പോസിറ്റീവോ നെഗറ്റീവോ ആക്കി, അതിനുശേഷം നമ്മൾ തൊട്ടടുത്തിരിക്കുന്ന സബ്ജക്റ്റിനെ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം, ഈ സബ്ജക്റ്റിന് അനുസരിച്ച് മാത്രമേ നമുക്ക് ക്വസ്റ്റ്യൻ ടാഗിൽ ഉപയോഗിക്കാനുള്ള പ്രോനൗൺ കണ്ടെത്താൻ പാടുള്ളൂ. ഇപ്പോൾ നമ്മൾ ഈസിന്റെ ഇവിടെ എഴുതിയെന്ന് വെച്ചോ, ഈസിന്റെ പോരാ, ഇത് കംപ്ലീറ്റഡ് അല്ല അല്ലെ, ഈ ക്വസ്റ്റ്യൻ ടാഗ് കംപ്ലീറ്റഡ് അല്ല. പകരം നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന സബ്ജക്റ്റിന്റെ പ്രോനൗൺ വേണം. പ്രോനൗൺസ് ഏതൊക്കെയാ നിങ്ങൾക്ക് അറിയാവോ? പേരിന് പകരം അല്ലെ, ഇൻസ്റ്റെഡ് ഓഫ് നെയിം വി യൂസ് പ്രോനൗൺസ്. പേരിന് പകരം നമ്മൾ എന്തൊക്കെയാണോ യൂസ് ചെയ്യുന്നത് അതാണ് പ്രോനൗൺ. ഏതൊക്കെ അറിയുന്നെന്ന് പറഞ്ഞേ. he, you, she, we, they, it, ഐ എന്നും നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ എന്ത് ചെയ്യാം, പ്രോനൗൺ ആയിട്ട് യൂസ് ചെയ്യാം. ഇവിടെ അല്ലേ ഏതൊക്കെയാണ് പ്രോനൗൺസ് എന്ന് പറയുന്നത്? ഐ, യു, വി, ഹി, ഷീ, ഇറ്റ്, ദേ. ഈ പ്രോനൗൺസ് യൂസ് ചെയ്യേണ്ട എന്തിനനുസരിച്ചിട്ടാണ് പറയുന്നത്? നമ്മുടെ സബ്ജക്റ്റിനെ അനുസരിച്ചിട്ടാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, പ്രോനൗണിനെ യൂസ് ചെയ്യണം. ഇവിടെ നിത എന്ന് പറയുന്ന ഒരു സ്ത്രീയാണ് അല്ലെ, ഒരു സ്ത്രീലിംഗമാണ്. അപ്പൊ നിത എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രോനൗൺ എന്തായിരിക്കും? പേരിന് പകരമായി യൂസ് ചെയ്യുന്നതാണ് പ്രോനൗൺ എന്ന് പറയുന്നത്. അപ്പൊ പേരിന് ഇവിടെ നിത എന്നതിന് പകരമായിട്ട് നമ്മൾ എന്താ യൂസ് ചെയ്യാ? ഷീ അല്ലേ? ഷീ ആണ്. ഷീക്ക് പകരം ഇവിടെ നമുക്ക് ഹീ എന്ന് യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ, നമ്മുടെ സബ്ജക്റ്റിനനുസരിച്ച് മാത്രമേ നമുക്ക് പ്രോനൗൺ യൂസ് ചെയ്യാൻ പറ്റൂ. ഇവിടെ നിത്തയായോണ്ട് ഷീ ആണ്. ഇവിടെ ഇപ്പൊ നവീൻ എന്നാണെങ്കിൽ അവിടെ ഹീ വരണം. നമ്മൾ സബ്ജക്റ്റിനനുസരിച്ച് മാത്രമേ നമ്മുടെ ക്വസ്റ്റ്യൻ ടാഗിൽ എന്ത് ചെയ്യാൻ പാടുള്ളൂ, പ്രോനൗണിനെ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഇത്രയും കാര്യം നിങ്ങൾക്ക് മനസ്സിലായോ? മനസ്സിലാവുന്നുണ്ട് അല്ലെ? ഷീ ഈസ് ഡാൻസിങ്. ഇങ്ങനെയാണെന്ന് വിചാരിച്ചു. ക്വസ്റ്റ്യൻ നമ്മുടെ ക്വസ്റ്റ്യൻ ടാഗ് ആണെന്ന് നമ്മളിത് കണ്ടപ്പോൾ തന്നെ, കോമയും ഈ ഡാഷ് വരെയും ഒരു ക്വസ്റ്റ്യനും കണ്ടപ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കി, നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞു. ഇതൊരു ക്വസ്റ്റ്യൻ ടാഗ് ആണെന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്തപ്പോൾ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഐഡന്റിഫൈ ചെയ്യണ്ടല്ലേ. അടുത്ത് നമ്മൾ എന്ത് ചെയ്യണം എന്നാ പറയുന്നത്? ഈ സ്റ്റേറ്റ്മെന്റിനെ നോക്കണം. സ്റ്റേറ്റ്മെന്റ് എന്താണ്? ഷീ ഈസ് ഡാൻസിങ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നെഗറ്റീവായിട്ടൊന്നും കാണുന്നില്ല. അപ്പോൾ ഇതൊരു പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണെന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്തു. പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗ് എപ്പോഴും നെഗറ്റീവിലായിരിക്കണം. പോസിറ്റീവ് ക്വസ്റ്റ്യൻ ടാഗ് എപ്പോഴും അല്ലേ, പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ഉള്ളതിന് എപ്പോഴും നെഗറ്റീവ് ക്വസ്റ്റ്യൻ ടാഗ് ആയിരിക്കണം. അപ്പോൾ നമ്മൾ ഇവിടുത്തെ കണ്ടുപിടിച്ചു. ഇനി നമ്മൾ എന്തിലേക്കാണ് നോക്കേണ്ടത്? സ്റ്റേറ്റ്മെന്റിൽ തന്നിരിക്കുന്ന ഓക്സിലറി വേർബിനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നു. ഇവിടെ ഓക്സിലറി വേർബ് ഈസ് ആണ്. ഈസിനെ നമ്മൾ ഐഡന്റിഫൈ, പോസിറ്റീവിനെ നെഗറ്റീവിലേക്ക് മാറ്റണം. ഈസെന്റ് അല്ലെ. അപ്പൊ നമ്മളിവിടെ എഴുതി ഈസിന്റ് എന്നെഴുതി. അതിനുശേഷം നമ്മളോട് എന്താ പറഞ്ഞത്? അടുത്തിരിക്കുന്ന സബ്ജക്റ്റിനാ, ഒന്നും ചിന്തിക്കണ്ട, ഓക്സിലറി വേർബിന്റെ അപ്പുറത്ത് ഉണ്ടാവും ആള് അല്ലെ. സബ്ജക്റ്റ് വെർബ് ഒന്നും മനസ്സിലാവുന്നില്ലെങ്കിൽ നമ്മളെ ഓക്സിലറി വേർബിന്റെ തൊട്ടടുത്ത് നിൽക്കുന്ന ആളെ അല്ലെ, തൊട്ടടുത്ത് നിൽക്കുന്ന ആളെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യും. ഇതാണ് സബ്ജക്റ്റ്. നോക്കൂ, ഇവിടെ നമുക്ക് പ്രോനൗൺ തന്നെയാ തന്നിരിക്കുന്നത് അല്ലേ. ഷീ എന്ന് പറയുന്ന പ്രോനൗൺ തന്നെയാ തന്നിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഇവിടെ ഒന്നും ചെയ്യേണ്ട, നമുക്ക് കുറച്ച് ഈസിയാണ്. ഈസിന്റെ ഷീ എന്നങ്ങ് എഴുതി കൊടുത്താൽ മതി. ഇവിടെ ഇപ്പൊ പേര് വല്ലതും ആണ്, നമ്മൾ അതിനനുസരിച്ച് ചെയ്യണമായിരുന്നു. ഇതിപ്പോ നമുക്ക് അങ്ങനെയൊന്നും വേണ്ട, പേരിനൊന്നും നോക്കുന്നില്ല. അപ്പൊ ലാസ്റ്റ് റൂളാണ് എന്ത്? സ്റ്റേറ്റ്മെന്റ് പോസിറ്റീവ് ആണെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗ് നെഗറ്റീവും, സ്റ്റേറ്റ്മെന്റ് നെഗറ്റീവ് ആണെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗ് പോസിറ്റീവും ആയിരിക്കും. ഇത്രയും കാര്യം നിങ്ങൾക്ക് മനസ്സിലായോ? ഇനി എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ? ഇനി മുന്നോട്ട് നമ്മൾ ക്വസ്റ്റ്യനാ ചെയ്യുന്നത്. ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല, ഇതുവരെ ക്ലിയർ ആണ് മാം.
ഓക്കെ, ശരി. ഞാൻ ഇനി ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻസ് തരികയാണ്. അത് നിങ്ങൾ ഒന്ന് ചെയ്ത് നോക്കുക. അതിന് ശേഷം ഞാൻ പറഞ്ഞു തരും. ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങളെടുത്ത ഒരു പേപ്പറിനോ പെന്നെല്ലോ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്ന എഴുതി വെക്കണേ, എഴുതിക്കൊണ്ടിരിക്കണേ. ഞാൻ പറയുന്നതിനനുസരിച്ച് എഴുതുക, എന്നിട്ട് ചെയ്യേണ്ടതാണ്. ഷീ ഹാസ് ഞാൻ എഴുതുന്നതിനനുസരിച്ച് എഴുതി പോവണേ, ടൈം ഉണ്ടാവില്ല. ഷീ ഹാസ് ഫിനിഷ്ഡ് ദ വർക്ക്. ഷീ ഹാസ് ഫിനിഷ്ഡ് ദ വർക്ക് ക്വസ്റ്റ്യൻ മാർക്ക്. ഓപ്ഷൻസ് പറയാണേ. ഓപ്ഷൻ എ ഞാൻ പറയട്ടെ? യെസ് മാം, എഴുതുന്നുണ്ട്. ഓപ്ഷൻസ് ഹാസ് ഷീ, ഓപ്ഷൻ ബി hasn't she, is she, isn't she. എഴുതുക, ക്വസ്റ്റ്യൻ എഴുതുക. ഷീ ഹാസ് ഫിനിഷ് ഞാൻ എഴുതുന്നതിനനുസരിച്ച് എഴുതി പോണേ, അല്ലെ പിന്നെ കിട്ടില്ല. നമ്മൾ പെട്ടെന്ന് ചെയ്ത് പോകേണ്ടതാണ്. കുറച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ ക്വസ്റ്റ്യൻ എഴുതണമെന്നില്ല, ആൻസർ എഴുതിയിട്ട് നോക്കി ചെയ്യാം. ഞാൻ കുറച്ച് നിങ്ങൾ ഇതുമായിട്ട് സെറ്റ് ആയാൽ. ഷീ ഹാസ് ഫിനിഷ്ഡ് ദ വർക്ക്. 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഓപ്ഷൻസ് നോക്കുക, ക്വസ്റ്റ്യൻ നോക്കുക, ചെയ്തു തുടങ്ങിക്കോളൂ. ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയാം. എല്ലാവർക്കും ഹാസിന്റെ ഷീ എന്ന ഉത്തരം കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എന്നിരുന്നാലും ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. നമ്മൾ നോക്കി. ആദ്യം നമ്മൾ എന്തായിരുന്നു നോക്കേണ്ടത്? സ്റ്റേറ്റ്മെന്റ് നോക്കി അല്ലേ? സ്റ്റേറ്റ്മെന്റ് നോക്കിയപ്പോൾ ഷീ ഹാസ് ഫിനിഷ്ഡ് ദ വർക്ക് പോസിറ്റീവ് ആണെന്ന് മനസ്സിലാക്കി. ഇതിൻ്റെ അകത്ത് നെഗറ്റീവ് ആയിട്ടൊന്നുമില്ല, നെഗറ്റീവ് വേർഡ്സ് ആയിട്ട് വരുന്ന ഒരു കാര്യങ്ങളുമില്ല അല്ലേ? നോ, നെയ്തർ, നോ ബഡി, നോ വൺ, നത്തിങ്, ഡോണ്ട്, ലിറ്റിൽ, ഫ്യൂ, ഫ്യൂവർ, നെവർ, സെൽഡം, ഹാർഡ്ലി, ബെയർലി, സ്കേഴ്സ്ലി, അല്ലേ, റെയർലി, ഇതൊന്നും കാണാനില്ല. പോസിറ്റീവ് ആണെന്ന് മനസ്സിലാക്കി. അപ്പൊ തന്നെ മനസ്സിലാക്കിക്കോളാം, പോസിറ്റീവ് ആകുമ്പോൾ ക്വസ്റ്റ്യൻ ടാഗ് നെഗറ്റീവിലായിരിക്കണം. അപ്പൊ ഇവിടെ നെഗറ്റീവ് അല്ലാത്ത ഓപ്ഷൻസ് അപ്പൊ തന്നെ വെട്ടിപ്പോയിക്കോളാം. നെഗറ്റീവ് അല്ലാത്ത ഹാസ് ഷീ ഉണ്ട്, ഈസ് ഷീ ഉണ്ട്, നമുക്ക് ഇവരെ വേണ്ട. അപ്പൊ തന്നെ വെട്ടിക്കോളാം, പിന്നെ കൺഫ്യൂഷൻ വേണ്ട. അറിയില്ല, ഈ കൺഫ്യൂഷൻ ആയി നിൽക്കണ്ട, ഇവരെ നമുക്ക് വേണ്ട. നമുക്ക് ഇനി 2 ആളേ ഉള്ളൂ ഓപ്ഷൻസിൽ, ബിയും അല്ലെങ്കിൽ ഡിയും. ഹാസിൻ്റെ ഷിയോ അല്ലെ ഈസിൻ്റെ ഷിയോ എന്ന് മാത്രമേ നമ്മൾ ഐഡന്റിഫൈ ചെയ്യേണ്ടുള്ളൂ. അപ്പൊ അതിനനുസരിച്ച് കാര്യങ്ങൾ നോക്കിയാൽ മതി. ഇനി നമ്മൾ എന്താ നോക്കുന്നത്? ഓക്സിലറി വേർബ് ആണ് ഒരു ക്വസ്റ്റ്യൻ ടാഗ് തുടങ്ങുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓക്സിലറി വേർബിനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. ഓക്സിലറി വേർബ് നമുക്ക് അറിയുമെന്ന് നോക്കണം ആദ്യം അല്ലേ? നമുക്ക് ഓക്സിലറി വേർബ് 24 ഓക്സിലറി വേർബ്സ് ആണുള്ളത്. അപ്പൊ ആം, ഈസ്, ആർ, വാസ്, വരോ, ഹാവ്, ഹാസ്, ഹാഡോ, അല്ലെങ്കിൽ വില്ല്, വുഡ്, ഷാള്, ഷുഡ്, മേ, മൈറ്റ്, ക്യാൻ, നീഡ് ടു, നീഡ്, ഡെയർ, മസ്റ്റ്, യൂസ്ഡ് ടു, ഓട്ട് ടു, ഇത് ഏതെങ്കിലും ഉണ്ടോ എന്ന് നോക്കുന്നു. അപ്പൊ നമ്മൾ കണ്ടെത്തി നമുക്ക് ഉള്ള ആള് ഇവിടെ ഉണ്ട്. ഒരു ഹാസിനെയാണ് നമ്മൾ കണ്ടെത്തിയത്. ഹാസ് ഒരു ഓക്സിലറി വേർബാണ്. അപ്പൊ ഹാസ് ഇവിടെ ഉണ്ട്. ഹാസിന് പകരം അല്ലെ നമ്മൾ എങ്ങനെയാക്കണം? പോസിറ്റീവിലുള്ള ഇയാളെ നമ്മളെ ഹാസിൻ്റെ എന്നാക്കി അല്ലെ? ഹാസിൻ്റെ നമുക്ക് കിട്ടി. അതിനുശേഷം നമ്മൾ തൊട്ടടുത്തുള്ള ആളാ സബ്ജക്റ്റിനെ നമ്മൾ നോക്കുമ്പോൾ അവിടെ എന്താണ്? പ്രോനൗൺ തന്നെയാണ് തന്നിരിക്കുന്നത്. ആരാണ്? ഷീ എന്നാണ്. നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ല. ഹാസിൻ്റെ ഷീ. ഉത്തരം എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടല്ലോ. ഇനി കിട്ടാത്ത ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ എങ്ങനെയാ കണ്ടെത്തുന്നതെന്ന്? ഓക്കെ അല്ലേ? ഓക്കെ ആണ്. അപ്പോ ഇതില് ഓക്സിലറി വേർബ് അറിയില്ലെങ്കിൽ പഠിച്ചോളുക, ബൈ ഹാർട്ട് ചെയ്ത് പഠിച്ചോളുക. 2 ദിവസം കഴിയുമ്പോൾ അതങ്ങ് മനസ്സിലായിക്കോളും. എനിക്ക് ഇത്ര കാര്യം 24 ഒന്നും പഠിക്കാൻ പറ്റുന്നത്, അത് നോർമലി നമ്മൾ പഠിച്ച് അങ്ങ് റെഡി ആയിക്കോളും. അറിയാത്തവര് പഠിച്ചു വെക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇനി നമുക്ക് കുറച്ച് നോക്കാം. അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടി നോക്കി. ഇതൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഐ ആം സ്മാർട്ട്. ഇത് വേഗം എഴുതിയ ഐ ആം സ്മാർട്ട്. ഐ ആം സ്മാർട്ട്. അപ്പോൾ അതിന്റെ ഓപ്ഷൻസ് ആം ഐ, ആർ ഐ, ആമിൻഡ് ഐ, ആമിൻഡ് ഐ, ആറിൻഡ് ഐ. ഉത്തരം കിട്ടിയവരൊന്ന് പറയണേ. ആറിൻഡ്
ആറിൻ്റെ ഇത് എപ്പോഴും ചോദിക്കുന്നതാണ്. മിക്കവാറും 1ലും 2ലും ഒക്കെ ഉണ്ടാവുന്നതാണ്. എന്നാ വേഗം ഈസിയിൽ മാർക്ക് നേടാൻ കഴിയും. അറിയാത്ത ആൾക്ക് മാത്രമേ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവുള്ളൂ. അല്ലാത്ത ആൾക്ക് വളരെ ഈസി ആയിട്ട് ബാക്കിയുള്ളതിനേക്കാളും കുറച്ചും കൂടി ഈസി ആയിട്ട് മാർക്ക് നേടാൻ പറ്റും. നോക്കിക്കോളൂ, ഈ ആം എന്ന് വരുമ്പോൾ എന്ത് ചെയ്യാ നമ്മള്? ക്വസ്റ്റ്യൻ ഒന്ന് പെട്ടെന്ന് വായിച്ചു നോക്കുക. ക്വസ്റ്റ്യൻ വായിച്ചു നോക്കിയിട്ട് ഐ ആം സ്മാർട്ട് എന്ന് കണ്ടപ്പോഴേ ഇതെന്താണ്? ഇതൊരു പോസിറ്റീവ് സെന്റൻസ് ആണെന്ന് മനസ്സിലാക്കി അല്ലേ? ഇതൊരു പോസിറ്റീവ് സെന്റൻസ് ആണെന്ന് മനസ്സിലാക്കിയപ്പോൾ തന്നെ എന്താണ്? ഇതിന് നെഗറ്റീവ് ക്വസ്റ്റ്യൻ ടാഗ് ആണ് വേണ്ടത്. നെഗറ്റീവ് ക്വസ്റ്റ്യൻ ടാഗ് വേണമെങ്കിൽ നമുക്ക് അല്ലേ ഐനി അങ്ങ് വെട്ടാ, ഐനി അങ്ങ് വെട്ടിക്കളിയാ. കാരണം നമ്മളെ ക്വസ്റ്റ്യൻ ടാഗ് എന്തായിരിക്കണം? നെഗറ്റീവിലായിരിക്കണം. നെഗറ്റീവ് ക്വസ്റ്റ്യൻ ടാഗാണ് നമുക്ക് വേണ്ടത്. അപ്പൊ എന്താണ്, നമ്മൾ പഠിച്ചനുസരിച്ച് ഈ കണ്ടാൽ ഏമിൻ്റെ ആണോ എന്നുള്ള കൺഫ്യൂഷൻ വരും. പക്ഷെ ഏമിൻ്റെ അല്ല. ആം നെഗറ്റീവിലേക്ക് മാറുമ്പോൾ അത് എപ്പോഴും ആറിൻ്റെ ആയിരിക്കും. ആറിൻ്റെ മറന്നു പോവരുത്. ഐ ആം സ്മാർട്ട് എന്ന് കണ്ടാൽ, അല്ലെങ്കിൽ ഐ ആം എ ഡോക്ടർ എന്ന് കണ്ടാൽ ഒരു പോസിറ്റീവ് സെന്റൻസ് ആണെങ്കിൽ എന്ത് ചെയ്യാം? അതിന് നമുക്ക് എന്ത് ചെയ്യാം? ആം വന്നു കഴിഞ്ഞാൽ അവിടെ ആറിൻ്റും അല്ലേ തൊട്ടടുത്ത് എപ്പോഴും ഐ തന്നെയാണ് ഉണ്ടാവുക അല്ലെ? ആമിൻ്റെ കൂടെ പോകുന്ന ആൾ ഐ അല്ലേ? അപ്പൊ ആറിൻ്റെ ഐ എന്ന് ഉത്തരം എഴുതുക. ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും വിഷമമുണ്ടോ? പറഞ്ഞതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? മാം ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. ഈ ആം വരുന്ന കേസ്, ആം വരുമ്പോൾ ഇല്ലേ, ആം വരുമ്പോൾ എപ്പോഴും ഐ ഉണ്ടാവും. ഐ ആം അല്ലേ? ഐ ആം അല്ലേ? ഓക്സിലറി വേർബ് ആമിൻ്റെ കൂടെ എപ്പോഴും ഒരാളുണ്ടാവും. അത് ഐ ആണ്. ഐ ആം സ്മാർട്ട് എന്നാണ് ക്വസ്റ്റ്യൻ എങ്കിൽ ഐ ആം സ്മാർട്ട്. അപ്പൊ നമ്മൾ വേറെ ഒന്നും ചിന്തിക്കണം. നമ്മൾ ക്വസ്റ്റ്യൻ ടാഗിന്റെ ഓപ്ഷൻസ് കൂടി നോക്കാൻ നമുക്ക് ഉത്തരം ഏറ്റവും വളരെ അല്ലെ ഏറ്റവും ഈസി ആയിട്ട്. കാരണം ആം വന്നാൽ നമ്മുടെ ഒന്ന് മനസ്സിലേക്ക് പോവാ, ഏം വന്ന ഒരിക്കലും ആമൻ്റ് വരില്ല. എന്ന സാധനമാണ്. ആം വരുമ്പോൾ എപ്പോഴും നമ്മളിവിടെ ഇങ്ങനെ ആറങ്ങ് എഴുതി വെച്ചേക്കാം. 6 എഴുതി വെച്ചോളൂ. 6 എഴുതിയിട്ട് നോക്കുക. ആം വന്ന അപ്പൊ തന്നെ ഉടനെ നിങ്ങൾ മേലെ 6 എഴുതി വെച്ചോ. എന്നിട്ട് മറന്നു പോവാതിരിക്കാൻ വേണ്ടിയിട്ട്, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്. ആം കണ്ട മേലെ 6 എഴുതി വെച്ചിരിക്കുന്നു. ഇനി 6നെ വെച്ച് നമുക്ക് ഉത്തരം വേണ്ടു. അതായത് ആം വന്നാൽ നമ്മുടെ ഓപ്ഷനിൽ 6 ആയിരിക്കും ഉത്തരം ഉണ്ടാവുക. അതിൻ്റെ അകത്ത് ആം വെച്ച് പിന്നെ എഴുതി പോകരുത്. അതിനാ മേലെ ആം കണ്ട അപ്പം തന്നെ 6 എഴുതി വെച്ചു. അപ്പൊ ഇനി നമ്മൾ നോക്കുന്നത് ക്വസ്റ്റ്യൻ സെന്റൻസ് സ്റ്റേറ്റ്മെന്റ് പോസിറ്റീവിലാണോ എന്ന് നോക്കി. പോസിറ്റീവാണ്. പോസിറ്റീവ് ആയതിന് നമ്മൾ നെഗറ്റീവിലേക്കാണ് ക്വസ്റ്റ്യൻ ടാഗ് മാറ്റേണ്ടത്. ഏമിനെ നമുക്ക് 6 ആക്കി മാറ്റി. ഏം എപ്പോഴും 6ലേക്കാ മാറും. അപ്പൊ 6 മാത്രം മതിയോ? പോരാ. കാരണം എന്താ? ഇതൊരു പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റാ. പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് നെഗറ്റീവിലാണ് ക്വസ്റ്റ്യൻ ടാഗ് വേണ്ടേ. 6ൻ്റെ. അപ്പൊ ഇനി എന്താണ്? തൊട്ടടുത്ത ആൾ ആരായിരിക്കും? ഐ ആണ് പ്രോനൗൺ. അവിടെ നമ്മൾ ഐ എന്ന് എഴുതി. കിട്ടുന്നുണ്ടോ? ഇനി അടുത്ത ഒന്നുകൂടി ചെയ്ത് നോക്കാം. ഒരു സംശയം. ഇപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് ഐ ആം നോട്ട് സ്മാർട്ട് എന്നാണെങ്കിൽ നമ്മള് ക്വസ്റ്റ്യൻ ടാഗ് പോസിറ്റീവ് വെക്കണ്ടേ? അപ്പൊ ആം ഐ എന്നല്ലേ ചോദിക്കുക? അതോ നോക്കൂ, ആം ഐ? ഇതിലേതാ നമ്മൾ ഉത്തരം എഴുതുക? ഒരു പോസിറ്റീവ് സ്റ്റേറ്റ് ഒന്ന് കേൾക്കണേ. എനിക്ക് ക്വസ്റ്റ്യൻ, ഒരു പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റിൽ ആം ഓക്സിലറി ആയി വന്നാൽ പോസിറ്റീവ്, ഇത് പോസിറ്റീവ് അല്ലേ, ഇത് നെഗറ്റീവ് ആണ്. കേൾക്കണേ, 1 മിനിറ്റ്. ഇത് നെഗറ്റീവ് ആണ്. നേരത്തെ പറഞ്ഞ പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റില് എന്താണ്? ആം എന്ന് പറയുന്ന ഓക്സിലറി വേർബ് ആയി വന്നാൽ ക്വസ്റ്റ്യൻ ടാഗ് ആമൻ്റ് ആയി എന്ന് നമ്മൾ എഴുതരുത്. പകരം ആറിൻ്റെ ആയി എന്നാണ് ശരി ഉത്തരം. ആറിൻ്റെ ആയി എന്നാണ് ശരി ഉത്തരം. എന്നാൽ
ഐ ആം നോട്ട് സ്മാർട്ട് എന്ന് പറയുമ്പോൾ അതിന്റെ അല്ലേ, അതിന്റെ ക്വസ്റ്റ്യൻ വേർഡ്, ക്വസ്റ്റ്യൻ ടാഗ് എപ്പോഴും എന്തായിരിക്കും? പോസിറ്റീവ്. ഇത് നെഗറ്റീവ് ആണ്. പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റിൽ എപ്പോഴും എന്താണ്? ആം ഐ ആയിരിക്കും. അത് മാത്രം ഓർമ്മിച്ചാൽ മതി. എന്നാൽ ഐ ആം നോട്ട് സ്മാർട്ട് എന്ന് പറയുമ്പോ അത് ആലോചിച്ച് നോക്ക്. ഐ ആം ഭയങ്കരമായിട്ട് ചിന്തിക്കല്ലേ. ഐ ആം നോട്ട് സ്മാർട്ട്, ഞാൻ അത്ര സ്മാർട്ട് ഒന്നും അല്ല എന്നാണ് ക്വസ്റ്റ്യൻ അല്ലേ. ഐ ആം നോട്ട് സ്മാർട്ട്, ഞാൻ അത്ര സ്മാർട്ടായ കുട്ടിയല്ല. ഐ ആം നോട്ട് സ്മാർട്ട്, ഞാൻ അത്ര സ്മാർട്ട് അല്ല. അപ്പോ ക്വസ്റ്റ്യൻ ടാഗ് എങ്ങനെയായിരിക്കും? അല്ലെങ്കിൽ നമ്മൾ മലയാളത്തിൽ എങ്ങനെയാ ചോദിക്കുക? മലയാളത്തിലൊന്ന് ആലോചിച്ച് നോക്കിയേ. അത്ര സ്മാർട്ട് അല്ല. ഞാൻ അങ്ങനെയാണോ എന്നല്ലേ ചോദിക്കുക, അല്ലേ? ആലോചിച്ച്, അങ്ങനെ ഒന്ന് ആലോചിച്ച്. ഐ ആം നോട്ട് സ്മാർട്ട്, ഞാൻ അത്ര സ്മാർട്ടായ ആളല്ല. അപ്പൊ പിന്നെ ക്വസ്റ്റ്യൻ ഞാൻ അങ്ങനെയാണോ എന്നല്ലേ ചോദിക്കണ്ടേ? അപ്പൊ ആരായിരിക്കണോ? ആം ഐ ആണ്. മറന്നു പോവരുത്. ഒറ്റ കാര്യം നമുക്ക് പഠിക്കണ്ടോ. ആ പഠിക്കേണ്ട കാര്യം എന്താണ്? ഒരു പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റിൽ ആം വന്നാൽ, ഒരു പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റിൽ ആം വന്നാൽ ഓക്സിലറി ആയിട്ട്, ഇത് ഓക്സിലറി ആണ്. ഓക്സിലറി ആയിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ ടാഗിൽ ഉപയോഗിക്കേണ്ടത് ആരെയാണ്? ആറിൻ്റിനെയാണ്. ആറിൻ്റ്. അവിടെ പകരം നമ്മൾ ആരെ എഴുതാൻ പാടില്ല? ആമിൻ്റ് എന്ന് എഴുതിയാൽ അത് അല്ലേ, തെറ്റാണ്, പൊട്ടത്തരാണ്. നമ്മൾ ഒരു പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റിൽ, ഇതൊരു പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്, ഒരു പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റിൽ നമ്മൾ ഓക്സിലറി വേർബ് ആം വരുമ്പോൾ, നമ്മുടെ ക്വസ്റ്റ്യൻ ടാഗിലേക്ക് വരുമ്പോൾ ആം ഐക്ക് പകരം നമ്മൾ ആറിൻ്റ് എന്ന് എഴുതണം. അവിടെ ആമിൻ്റ് എന്ന് എഴുതിയാൽ തെറ്റാണ്. എന്നാൽ ഒരു നെഗറ്റീവ് സെന്റൻസ് ഐ ആം നോട്ട് സ്മാർട്ട് എന്ന് പറയാം, ഐ ആം നോട്ട് സ്മാർട്ട് എന്ന് പറയുമ്പോൾ എന്താണ്? അവിടെ നമുക്ക് വേറെ ഒന്നും ചെയ്യാനൊന്നും ഇല്ല, ഇല്ലേ? അവിടെ വേറെ ഒന്നുമില്ല, ഇവിടെ ആളുണ്ട്. അതിനെ നേരെ എടുത്ത് ആം ഐ, ഞാൻ അങ്ങനെയാണോ, അല്ലേ? ആം ഐ, ആർ ഐ എന്ന് പറയാൻ പറ്റുമോ എന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ. ആർ എന്ന് പറയുന്നത് ഒന്നിൽ കൂടുതൽ ഉള്ളതിൻ്റെ കൂടെയല്ലേ നമ്മൾ ദേ ആർ ഫ്രണ്ട്സ്, ദേ ആർ പ്ലേയിങ് ക്രിക്കറ്റ്. ആർ എന്ന് പറയുക ഒന്നിൽ കൂടുതലല്ലേ ഉള്ളതിനെയല്ലേ നമ്മൾ ആർ എന്ന് കൊണ്ട് സൂചിപ്പിക്കാറ് പൊതുവെ, അല്ലേ? അങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആറായി, ഞാൻ ഒന്നിൽ കൂടുതലായിട്ടുള്ള ഒരാളല്ല, ഞാൻ ഒറ്റൊരാളല്ലേ. അപ്പൊ നമുക്ക് ആരെയേ വേണ്ടുള്ളൂ? ആം ഐ ആണ്. ഇത് മറന്നു പോരുത്, ക്വസ്റ്റ്യൻ ഉണ്ടാകും. ക്വസ്റ്റ്യൻ ഞാൻ നോട്ട് ഇതേപോലെ എഴുതിയിട്ട് തരും, അത് നോക്കി പഠിക്കുക. അത് കിട്ടിയില്ലേ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളെ നോട്ടാക്കി എഴുതി വെച്ചാലും കുഴപ്പമില്ല, ഞാൻ തരുന്നത് നിങ്ങളെ രീതിയിൽ എഴുതി വെച്ചാലും കുഴപ്പമില്ല. ഓർമ്മിക്കുക, ആം എന്നുള്ളത് പോസിറ്റീവിൽ വരുമ്പോ ക്വസ്റ്റ്യൻ ടാഗ് ആറിൻ്റെന്നും, ആം എന്നുള്ളത് നെഗറ്റീവിൽ വരുമ്പോ, അല്ലേ, നെഗറ്റീവിൽ വരുമ്പോ നമുക്കൊന്നും ചെയ്യണ്ടല്ലേ, ആം ഐ എന്നായി മാറും. നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ? നിങ്ങൾക്ക് മനസ്സിലാവണ്ടോ? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പൊ തന്നെ പഠിച്ചു പോണേ. കൺഫ്യൂഷൻ ഉണ്ടാവുക, ഒരു കൺഫ്യൂഷന്റെ ആവശ്യമില്ല. കാരണം എന്താണ്? ആകെ നമുക്ക് ഒന്നേ പഠിക്കണുള്ളൂ. പോസിറ്റീവ് ആം വന്നാല് നെഗറ്റീവ് ആക്കുമ്പോൾ ആറിൻ്റ് വേണം, അത്രയേ നമുക്ക് പഠിക്കാനുള്ളൂ. ഐ ആം നോട്ട് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ആണ്. ഇവിടെ പോസിറ്റീവിലാക്കുമ്പോൾ ആം ഐ തന്നെ മതി. കിട്ടുന്നുണ്ടോ? എവിടെയെങ്കിലും പോയിട്ടുണ്ടോ? ആർക്ക് സൗണ്ട് പോയല്ലോ നിങ്ങളെ? ആരും ഒന്നും പറയുന്നില്ലല്ലോ. ഓക്കെ അല്ലേ? ഇതിൽ കൺഫ്യൂഷൻ ഉണ്ടാവരുത്. ക്വസ്റ്റ്യൻ ചിലപ്പം ചോദിച്ചേക്കാം, സാധ്യത ഉള്ളതാണ്. ഇതൊരു നമുക്ക് പൊതുവെ ഒരു എക്സെപ്ഷണൽ കേസ് ആണല്ലോ. പൊതുവെ കാണുന്ന തരത്തിലല്ല നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കും. അത് നോർമലി പൊതുവെ എല്ലാവർക്കും ഉണ്ടാവുന്നതാണ്. അത് എത്ര പഠിച്ച ആൾക്കും ബുദ്ധിമുട്ട് തോന്നുന്നതാണ്. ഇത് അയ്യോ എനിക്കിത് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നുന്നു എന്ന് വെച്ച് വെക്കരുത്. ഇത് എപ്പോഴും ക്വസ്റ്റ്യൻ വരുന്ന അതാണ്. അതിന് അടുത്ത ക്വസ്റ്റ്യൻ എഴുതിക്കോ. വി വുഡ്
വി വുഡ് ഹാവ്, വേഗം എഴുതണേ. വി വുഡ് ഹാവ് സീൻ, വി വുഡ് ഹാവ് സീൻ ഇറ്റ്. ആൻസർ വേഗം സ്വന്തമായിട്ട് എഴുതിക്കോ. വി വുഡ് ഹാവ് സീൻ ഇറ്റ്. ഓപ്ഷൻസ് പറയണോ? കുറച്ചും കൂടി നല്ലത് നിങ്ങൾ തനിയെ എഴുതുന്നതായിരിക്കും. വി വുഡ് ഹാവ് സീൻ ഇറ്റ്. ക്വസ്റ്റ്യൻ സ്റ്റേറ്റ്മെന്റ് പോസിറ്റീവോ നെഗറ്റീവോ ആണെന്ന് നോക്കി അതിനുശേഷം ഓക്സിലറി വേർബ് കണ്ടെത്തിയോ? ഓക്സിലറി വേർബ് കണ്ടെത്തിയോ? കണ്ടെത്തി. ഓക്സിലറി വേർബ് കണ്ടെത്തി കഴിഞ്ഞു അല്ലെ? ഓക്സിലറി വേർബ് നമ്മൾ കണ്ടെത്തി. പോസിറ്റീവിലായത് കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? നെഗറ്റീവില് നെഗറ്റീവിലാക്കി അതിനുശേഷം എന്തൊക്കെ അടുത്തിരിക്കുന്ന ആരാണോ സബ്ജക്റ്റ്? വി. സബ്ജക്റ്റ് വി ആണ്. പ്രോനൗണ് തന്നെയാ ഉള്ളത് അല്ലേ? പ്രോനൗണ് തന്നെയാ. പ്രോനൗൺ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഐ, യു, വി, ഹി, ഷീ, ഇറ്റ്, ദേ. അപ്പൊ ഇതിനൊന്നും മാറ്റാനൊന്നുമില്ല. വി എന്നാലോചിച്ച് അസെന്നൊന്നും എഴുതേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം പ്രോനൗൺ ആണ്. വി ഒരു പ്രോനൗൺ ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്താൽ മതി? നേരെ വുഡിന്റെ എഴുതി കഴിഞ്ഞാല് പിന്നെ ആരെ മതി? വുഡിന്റെ അല്ലെ? വുഡിന്റെ വി. നമുക്ക് ഉത്തരം അവിടെ കിട്ടി. ഇനി അടുത്ത് നോക്കിക്കോളൂ. വി വുഡ്, ക്വസ്റ്റ്യൻ എഴുതണേ. വി വുഡ് ഹാവ് സീൻ ഇറ്റ്. ജസ്റ്റ് നിങ്ങൾ എഴുതുമ്പോ മാർക്ക് ചെയ്ത് വെക്കണേ. പിന്നെ ചില ക്വസ്റ്റ്യൻസ് ഞാൻ പറയുന്നത് നിങ്ങൾ മാർക്ക് ചെയ്ത് 6 മാർക്ക് ചെയ്ത് വെക്കുക. അതൊന്നും എപ്പോഴും ഓർമ്മിക്കണ്ടേ ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ജസ്റ്റ് ഒന്ന് നോക്കിയേ. വി വുഡ് ഹാവ് സീൻ ഇറ്റ്. ഈ ക്വസ്റ്റ്യനില് നേരത്തെ തന്നെ കുറച്ച് ഇല്ല, ഞാൻ ഇത് തന്നിട്ടില്ല. ഞാൻ വേറൊരു ക്വസ്റ്റ്യൻ തന്നെ. അല്ലല്ല, ഇതന്നെ തന്നെ. വി വുഡ് ഹാവ് സീൻ ഇറ്റ്. എന്നിട്ട് നമ്മളിപ്പോ ഞാൻ വി വുഡ് സീൻ ഇറ്റ് അല്ലേ തന്നെ? അല്ല, വി വുഡ് ഹാവ് സീൻ ഹാവ് ആണോ തന്നത്? സോറി. എന്നാൽ അത് വേറൊരു ക്വസ്റ്റ്യൻ ആണ്. ഇതൊന്ന് നോക്കിയേ. വി വുഡ് ഹാവ് സീൻ ഇറ്റ്. ഒന്ന് ക്വസ്റ്റ്യൻ നോക്കിയേ. ക്വസ്റ്റ്യൻ ജസ്റ്റ് ഒന്ന് നോക്കണേ. ക്വസ്റ്റ്യൻ മാത്രം നോക്കിയാ. നേരത്തെ ഉത്തരം നമ്മൾ പറഞ്ഞു ഉത്തരം തന്നെയാണ്. എന്നാലും ക്വസ്റ്റ്യൻ ഒന്ന് നോക്കണം. ക്വസ്റ്റ്യൻ നോക്കിയാ എന്തെങ്കിലും ഒരു എക്സ്ട്രാ നിങ്ങൾ കാണുന്നുണ്ടോ ഇവിടെ? ഒരാളെ ഹാവിനെ നമ്മൾ ഇവിടെ കണ്ടു. ഹാവ് എന്താണെന്നാ നമ്മൾ പഠിച്ചേ? ഹാവ് ഒരു ഓക്സിലറി വേർബ് ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇവിടെ ഒരാളെയും കൂടി കാണുന്നുണ്ട്. അതാരാ? വുഡ്. അത് ഒരു ഓക്സിലറി വേർബ് ആണ് അല്ലേ? ഇങ്ങനെ 2 ഓക്സിലറി വേർബ് നിങ്ങളുടെ സ്റ്റേറ്റ്മെന്റ് തന്നു കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക. 2 ഓക്സിലറി ഓപ്ഷൻസ്. ഇതിപ്പോ ഞാൻ നേരത്തെ ഓപ്ഷൻസ് തരാത്തത് കൊണ്ടാണ്. ഇതിപ്പോ നമുക്ക് ഓപ്ഷൻസ് തന്നാല് ഒന്ന് വുഡിന്റും ഒന്ന് ഹാവിന്റും ഓപ്ഷൻസിൽ വന്നു കഴിഞ്ഞാല് നമുക്ക് കൺഫ്യൂഷൻസ് ഉണ്ടാവില്ലേ? വുഡിന്റ് വി, ഹാവിന്റ് വി, വുഡ് വി അല്ലെങ്കിൽ ഹാവ് വി എന്ന് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആവില്ലേ? കാരണം എന്താ? 2 ഓക്സിലറി വേർബാണ്. ഈ 2 ഓക്സിലറി വേർബിനെ നമ്മൾ എന്ത് ചെയ്യുന്ന? അതൊരു എന്ത് ചെയ്യാ? ഓർമ്മിച്ചേക്ക. 2 ഓക്സിലറി വേർബ് വന്നു കഴിഞ്ഞാല് ഏതാണോ ആദ്യം വരുന്നത്? ആരാണ് ഇവിടെ ആദ്യം വന്നിരിക്കുന്നത്? ആരാണോ ഫസ്റ്റ് വരുന്നത് അയാൾക്ക് പ്രിഫറൻസ് കൊടുക്കുക. ആരാ നമുക്ക് ഇവിടെ ആദ്യം വരുന്നത്? ഏത് ഓക്സിലറി വേർബ് ആദ്യം വരുന്നത്? ഈ വുഡിനെ മാത്രമേ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമുള്ളൂ. ഈ ഹാവിനെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമേ ഇല്ല. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ കണ്ടാല് എന്ത് ചെയ്യാ? നേരത്തെ നമ്മൾ ഓപ്ഷൻസ് തന്നിട്ടില്ല. ഇപ്പൊ ഓപ്ഷൻസ് തരുമ്പോ എന്ത് ചെയ്യും? നമ്മൾ എക്സാമിനൊക്കെ ഇരിക്കുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നും. ഇനിയിപ്പോ ഹാവിൻ്റെ ആണോ അല്ലെ ഹാവ് ആണോ?
ഇങ്ങനത്തെ സംശയം വരും. അപ്പൊ എന്ത് ചെയ്യാ, നമുക്ക് ആ രണ്ടാമത് വരുന്ന ആൾ ആവശ്യമില്ല, ഒന്നാമത് വരുന്ന ഓക്സിലറീനെ നമുക്ക് ആവശ്യമുള്ളൂ. അപ്പൊ രണ്ടാമത് വരുന്നതിനൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, വെട്ടിമാറ്റി കളയാം. പിന്നെ വുഡിൻ്റെ ആണോ വുഡ് വി ആണോ എന്നുള്ളത് മാത്രമേ നമ്മൾ ചിന്തിക്കണ്ടുള്ളൂ. അപ്പൊ നമ്മൾ ഉത്തരം കണ്ടെത്തി പോസിറ്റീവ് ആയതുകൊണ്ട് നെഗറ്റീവ് ക്വസ്റ്റ്യൻ ടാഗ് വുഡിൻ്റെ വി. അപ്പൊ ഓർമ്മിക്കുക, ഒരു സ്റ്റേറ്റ്മെന്റിൽ 2 ഓക്സിലറി വെർബ് വന്നു കഴിഞ്ഞാൽ, ഒരു സ്റ്റേറ്റ്മെന്റിൽ 2 ഓക്സിലറി വന്നു കഴിഞ്ഞാൽ, അല്ലെ, ഒരു സ്റ്റേറ്റ്മെന്റിൽ 2 ഓക്സിലറി വെർബ് വന്നാൽ ആദ്യത്തെ ആദ്യത്തെ ഓക്സിലറി വെർബിനനുസരിച്ചാണ് ക്വസ്റ്റ്യൻ ടാഗ് തയ്യാറാക്കേണ്ടത്. ഓർമ്മിക്കുക, ആദ്യത്തെ വെർബിനനുസരിച്ച്, അല്ലെ, ആദ്യത്തെ ഓക്സിലറി വെർബിനനുസരിച്ചാണ് നമ്മൾ ക്വസ്റ്റ്യൻ ടാഗ് തയ്യാറാക്കേണ്ടത്. നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഈ പറഞ്ഞത്? മനസ്സിലായി. ആ, എന്താണ് രണ്ട് വെർബ് ഓക്സിലറി വെർബ് തന്നു കഴിഞ്ഞാൽ ആദ്യം തന്നിരിക്കുന്നതിന് അനുസരിച്ച് നമ്മൾ ക്വസ്റ്റ്യൻ ടാഗ് തയ്യാറാക്കുക. വേഗം അടുത്ത ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ, വേഗം എഴുതണേ. ഹി വിൽ കം ഹിയർ, ഞാൻ എഴുതുന്നതിനോട് പോവാ. ഹി വിൽ കം ഹിയർ ടുമോറോ. He will come here tomorrow. He will come here tomorrow. Option A, will he? Option B, wouldn't he? Wouldn't he? Option C, won't he? Option D, would he? Won't he is the answer. എന്താണ് ഉത്തരം കിട്ടിയ? ഓപ്ഷൻ പറഞ്ഞോ. ബി ആണോ? ഓപ്ഷൻ ഓപ്ഷൻ ബി ആ Option C, won't he. ഓപ്ഷൻ Option C, won't he is the answer. Option C, won't he? വോണ്ട് ഹി അല്ലെ, വോണ്ടാണ്. കാരണം എന്താണ്, വില്ലാണ് അല്ലെ, വില്ലാണ്. അഥവാ കിട്ടാത്ത ആരെങ്കിലും ഉണ്ടോ ഒന്ന് ശ്രദ്ധിക്കണേ, വില്ലാണ്. ഇവിടെ വുഡ് നിങ്ങൾ കാണുന്നുണ്ടല്ലോ, അപ്പോൾ അതിലേക്ക് മാറിപ്പോവരുത് ചിന്ത. വില്ലായത് കൊണ്ട് തന്നെ അതിന്റെ നെഗറ്റീവ് എന്താണ്, വില്ല് വോണ്ടാണ്. വില്ല് വോണ്ടാണ്. നോക്കുക, വില്ല് പ്ലസ് നോട്ട് എന്ന് പറയുന്നത്, വിൽ പ്ലസ് നോട്ട് എന്ന് പറയുന്നത് വോണ്ടാണ്. ഇനി ഒരാളും കൂടിയുണ്ടല്ലോ അങ്ങനെ. ഷാൾ പ്ലസ് നോട്ട് എന്ന് പറയുന്നത് എന്താണ്, ഷാണ്ടാണ്. ഷാണ്ട്. ഓർമ്മിക്കണേ, മറന്നു പോവരുത്. വിൽ പ്ലസ് നോട്ട് വോണ്ട്, അതായത് പോസിറ്റീവ് സെന്റൻസിനെ നമ്മൾ നെഗറ്റീവ് ക്വസ്റ്റ്യൻ ടാഗിലേക്ക് മാറ്റുമ്പോൾ എന്താണ്, വോണ്ടാകും. ഷാളിന്റെ നെഗറ്റീവ്, ഷാൾ നോട്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നെഗറ്റീവ് ഷാളിന്റെ അല്ലെ, ഷാണ്ട് എന്നാണ്. ഷാളിന്റെ അല്ലേ, ഷാണ്ടാണ്. ഷാണ്ടാണ്. ഓപ്ഷനിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഷാളിന്റെ തരും, പക്ഷെ ഷാണ്ടാണ് ആൻസർ വരേണ്ടത് കേട്ടോ. ഷാണ്ടാണ്, മറന്നു പോവരുത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. The project was, എഴുതിപ്പോണേ, the project was highly rewarding. The project was highly rewarding to the rural people. The project was highly rewarding to the rural people. The project was highly rewarding to the rural people. ഞാൻ ഓപ്ഷൻസ് എഴുതുന്നുണ്ട്. ഓപ്ഷൻ എ, was it? Options B, wasn't it? Option C, is it? Option D, isn't it? Option B, wasn't ഓപ്ഷൻ ഡി അല്ലേ? wasn't it. ഓപ്ഷൻ ഓപ്ഷൻ ഡി അല്ലേ? ഓപ്ഷൻ ബി ആണ്. കാരണം എന്താണ്, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഓക്സിലറി വെർബ് വാസ് ആണ്, അപ്പൊ വാസിന്റെ നെഗറ്റീവ് ആണ് വേണ്ടത്, അപ്പൊ വാസിന്റെ ആയി. ഒരു ക്വസ്റ്റ്യനും കൂടി ഇതേപോലത്തെ ചെയ്തിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ മാറ്റാം. വേഗം എഴുതണേ. ഹി ഷുഡ്
അടുത്ത ക്വസ്റ്റ്യൻ, ഹീ ഷുഡ് സീ എ ഡോക്ടർ. ഹീ ഷുഡ് സീ എ ഡോക്ടർ. ഹീ ഷുഡ് സീ എ ഡോക്ടർ. ഓപ്ഷൻസ് വേണോ? No. Shouldn't he is the ആ answer. Shouldn't he? ഷുഡിന്റെ അല്ലേ? എങ്ങനെയാണ് ഷുഡിന്റെ നെഗറ്റീവ് ആണ് വേണ്ടത്? ഷുഡ് അല്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞത് ഷാളിന്റെ നെഗറ്റീവാ ഷാണ്ട്. ഇവിടെ എന്താ ഷുഡിന്റെ നെഗറ്റീവ് ഷുഡിന്റെ ആണ് അല്ലേ? ഒന്ന് നോക്കി നോക്ക്, ഇവിടെ ഇവർ രണ്ടാളെ വെച്ചിട്ടാ നമുക്ക് കാര്യങ്ങളെല്ലാം ചെയ്യണ്ടോ? വേറെ ഒന്നും നോക്കരുത് നിങ്ങൾ. ക്വസ്റ്റ്യൻ ടാഗിൽ സിമ്പിൾ ആയിട്ട് നമുക്ക് ഓക്സിലറി വേർബ് തന്നു കഴിഞ്ഞാൽ നമുക്ക് അടുത്തടുത്തിരിക്കുന്ന ആദ്യം വരുന്ന രണ്ടാളെ വെച്ചിട്ടേ നമുക്ക് കാര്യം ചെയ്യാനുള്ളൂ. വേറെ ചിന്തിക്കാനൊന്നും അവിടെ ഇല്ല. അപ്പൊ എന്താണ്, ഷുഡ് ആയതുകൊണ്ട് അതിന്റെ നെഗറ്റീവ് ആണ് വേണ്ടത്. അപ്പൊ ഷുഡിന്റെ അപ്പുറത്തിരിക്കുന്ന ആൾ ആരാണ്? നമ്മുടെ സബ്ജക്റ്റ് ആരാണെന്ന് നോക്കി. ആരാണ്? ഹീ ആണ്. നമുക്കൊന്നും ചെയ്യാനില്ല, മാറ്റാനില്ല, പേരല്ല, പേര് തന്നില്ല, ഇത് പ്രോനൗൺ തന്നെയാണ്. അപ്പൊ ഹീ എഴുതി, ഷുഡിൻ ഹീ. നമുക്ക് ഉത്തരം കിട്ടി. വളരെ സിമ്പിൾ ആയിട്ട് ഉത്തരം കിട്ടാവുന്ന, ആൻസറിലേക്ക് എത്താവുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇനി നോക്കൂ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിക്കണേ. കാർത്തിക് വേഗം എഴുതി പോവുക, അതിനുശേഷം പറയാം. കാർത്തിക് സ്പീക്സ് English. Karthik speaks English fluently. ഇതിന് ഓപ്ഷൻ എഴുതിക്കോളെ. ഓപ്ഷൻ എ, did he? ഓപ്ഷൻ ബി, doesn't he? ഓപ്ഷൻ സി, didn't he ആണ്. didn't he. ഓപ്ഷൻ ഡി, do he. Option B, doesn't he? B, doesn't he? doesn't he. എങ്ങനെയാണ് കിട്ടിയെന്ന് ഒന്ന് പറയാം. കുറച്ചു പേർക്ക് കിട്ടിയിട്ടുണ്ടാവില്ല, അവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പോ നമ്മൾ ഇത്ര നേരം നമ്മൾ എന്താ പഠിച്ചത്? ഓക്സിലറി വേർബ് ഇതായിരുന്നു. അതിപ്പോ ക്വസ്റ്റ്യൻ സ്റ്റേറ്റ്മെന്റ് പോസിറ്റീവിലാണോ നെഗറ്റീവിലാണെന്ന് നോക്കുന്നു, നമ്മൾ കൺവേർട്ട് ചെയ്യുന്നു. ഇപ്പൊ നമ്മൾ ഇതിൽ വായിച്ചു നോക്കൂ, കാർത്തിക് സ്പീക്സ് ഇംഗ്ലീഷ് ഫ്ലുവൻലി. നമ്മൾ ഈസി, എം, ആറ്, വാസ്, വേറെ, ഷാള്, ഷുഡ് ഇവരെ ഒന്നും കാണുന്നില്ല, നമ്മുടെ ഓക്സിലറിയെ കാണുന്നില്ല. അപ്പോൾ ഓക്സിലറിയെ കാണാത്ത കേസിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇവിടുത്തെ മെയിൻ വെർബ് എന്താണ്? പ്രവൃത്തിയാണ് അല്ലെ? ആക്ഷൻ വേർഡ് എന്നൊക്കെ പറയും. എന്താണ്? പ്രവൃത്തി, ചെയ്യുന്ന കാര്യം അല്ലെ? എന്ത് പ്രവൃത്തിയാണ് കാർത്തിക് ചെയ്യുന്നത്? സംസാരിക്കുന്നു അല്ലെ? എന്താണോ പ്രവൃത്തി അതിനെയാണ് വെർബ്. അപ്പൊ ഇതിന്റെ അകത്തുള്ള മെയിൻ വെർബിനെ നമ്മൾ ഇങ്ങ് എടുത്തു. മെയിൻ വെർബ് എന്താണ്? സ്പീക്സ് എന്നാണുള്ളത് അല്ലെ? സ്പീക്സ് എന്ന് പറഞ്ഞാ എന്താണ്? ഒരു എസ് ഇവിടെ കാണുന്നുണ്ട് അല്ലെ? സ്പീക്സ് എന്ന് പറയുന്നതിൽ ഒരു എസ് നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലെ? അപ്പോ ഇതിനെ നമുക്ക് പിരിക്കണം. ഈ നോർമലി റൂട്ട് വെർബായിട്ട് പറയുന്നത്, ഈ സ്പീക്കിന്റെ ബേസ് എന്ന് പറയുന്നത് സ്പീക്ക് എന്നാണ്. ഒന്ന് ചിന്തിക്കുക. ഈ സ്പീക്ക് എന്നല്ലാതെ നമ്മൾ V1, V2, V3 എന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അതിൻ്റെ അകത്ത് നമ്മൾ എസ് ഫോമിൽ വെച്ചിട്ട് അങ്ങനെ കാണാറില്ല. ഈ സ്പീക്ക് എന്നാണ് കാണാറുള്ളത്. സ്പീക്ക് പ്ലസ് എസ് എന്ന് പറയുന്നത് എന്താണ്? സ്പീക്ക് പ്ലസ് ഡസ്. എന്താണ്? ഇത് സിംഗുലറിലാണ്. സ്പീക്ക് പ്ലസ് ഇത് വെർബിന്റെ ബെയർ ഫോം അല്ലെങ്കിൽ എന്താണ്? ബേസ് ഫോം ആണ് സ്പീക്ക്. അതിൻ്റെ കൂടെ അടുത്തിരിക്കുന്ന എസ് വന്നപ്പോൾ അതാണ് ഡസ്സിനെ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ചേർത്തിരിക്കുകയാണ്. സ്പീക്കിന്റെ ഉള്ളിൽ ചേർത്തിട്ടുള്ളത് കൊണ്ടാണ് സ്പീക്സ് എന്ന് പറയുന്നത്. അപ്പൊ ഡസ്സാണ് ഇവിടെ വേണ്ടത്. ഇങ്ങനത്തെ കേസുകളിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെ വെർബിനെ പിരിച്ചെഴുതണം. സ്പീക്സ് ആയതുകൊണ്ട് സ്പീക്ക് പ്ലസ് ഡസ് ആണ് സ്പീക്സ് എന്ന് പറയുന്നത്. അപ്പൊ ഡസ് എന്താണ്? ഡസ് ആണ് നമ്മുടെ ഓക്സിലറി വെർബ് ഇവിടെ ഉള്ളത്. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? സ്റ്റേറ്റ്മെന്റ് കാർത്തിക് സ്പീക്ക് ഇംഗ്ലീഷ് ഫ്ലുവൻലി എന്നാണ്. അതൊരു പോസിറ്റീവ് ആയതുകൊണ്ട് തന്നെ ക്വസ്റ്റ്യൻ ടാഗ് നെഗറ്റീവ് ആയിരിക്കണം. ഡസിന്റ് കാർത്തിക് എന്ന് പറയില്ലല്ലോ. കാർത്തിക് അതിന് പകരം നമ്മൾ പ്രോനൗൺ യൂസ് ചെയ്യുക ഹീ ആണ്. കുറച്ചു പേർക്ക് മനസ്സിലായിട്ടില്ലാത്തുണ്ടോ? ഇനി ആരെങ്കിലും ഈ ഭാഗത്ത് മനസ്സിലായാത്ത ഒരു ക്വസ്റ്റ്യനും കൂടി നമ്മൾ അതുപോലത്തെ ചെയ്ത് നോക്കാം. ഹീ
used to climb. He used to climb. He used to climb trees. He used to climb trees. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം, ജസ്റ്റ് മാത്രം ഒന്ന് വായിച്ചു നോക്കാം. എന്നിട്ട് ഐഡന്റിഫൈ ചെയ്യുക ഏതാണ് ഇതിലുള്ള ഓക്സിലറി വെർബ് എന്ന് മാത്രം ഐഡന്റിഫൈ ചെയ്യാം. യൂസ്ഡ് ടു ഡിഡ്. എന്താണ് ഡിഡ്. യൂസ്ഡ് ആന്ന് കണ്ടെത്തി അല്ലെ. യൂസ്ഡ് എന്ന് പറയുന്ന ആളാണെന്ന് നമ്മൾ കണ്ടെത്തി. യൂസ്ഡ് എന്ന് പറയുന്ന, യൂസ്ഡ് ടു എന്ന് പറയുന്ന ആളാണ്. ഇങ്ങനെ യൂസ്ഡ് ടു നിങ്ങൾ പൊതുവെ അങ്ങനെ കാണാറില്ല. സപ്പോസ് ചോദിച്ചാൽ, ഇങ്ങനെ ചോദിച്ചാൽ യൂസ്ഡ് ടു എന്നത് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ, ക്വസ്റ്റ്യനിൽ യൂസ്ഡ് ടു എന്ന് വന്നത് കഴിഞ്ഞാൽ എപ്പോഴും യൂസ്ഡ് ടു തന്നെയാണ് ഉണ്ടാവുക. ഇതിന്റെ നെഗറ്റീവോ അങ്ങനെ അല്ലെങ്കിൽ പോസിറ്റീവിൽ സെന്റൻസിലാ പൊതുവെ തരാറില്ലേ. ഇങ്ങനെ യൂസ്ഡ് ടു കണ്ടു കഴിഞ്ഞാൽ ഓർമ്മിക്കുക, നമ്മുടെ ഓപ്ഷനിൽ ഉണ്ടാവുക, ഒന്ന് ഓപ്ഷൻസ് എഴുതി വെച്ചോളൂ, അതിന്റെ കൂടെ എഴുതി വെച്ചോ. ഈസ്ന്റ് ഹി, ഈസ്ന്റ് ഹി, doesn't he, isn't he, doesn't he, didn't he, won't he. ഇതൊക്കെയാണ് ഇതിന്റെ ഓപ്ഷൻസ്. ഈസ്ന്റ് ഹി, ഡസന്റ് ഹി, ഡിഡിന്റ് ഹി, വോണ്ട് ഹി. നോക്കൂ, നമ്മളൊരു യൂസ്ഡ് ആയതുകൊണ്ട് നമുക്കൊരു മനസ്സിലാവും ഇ ഡി ആയത് കൊണ്ടാണോ ഡിഡിൻ്റെ എത്തിയെന്നൊക്കെ നമ്മൾ വിചാരിക്കും അല്ലെ. ഈ ഡിഡിൻ്റെ അതാണെന്ന് നമ്മളൊരു രീതിയിൽ നമ്മൾ അതിടെ എത്തും. പക്ഷെങ്കിൽ പൊതുവെ എന്ന് പറയുന്ന യൂസ്ഡ് ടു എന്ന് പറയുന്ന ഉത്തരം റെഡിയാണ്, ഡിഡിൻ്റെ ഹി തന്നെയാണ്. പക്ഷെ നമ്മൾ എന്താണ് ചിന്തിക്കേണ്ടത്, സ്റ്റേറ്റ്മെന്റിൽ യൂസ്ഡ് ടു ഓക്സിലറി വന്നു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ ടാഗ് ഓക്സിലറി വേർബായിട്ട് വരുന്നത് ഡിഡ് ആണ്. യൂസ്ഡ് ടു എന്ന് പറയുന്നത് എന്താണ്, ക്വസ്റ്റ്യൻ ടാഗ് ഓക്സിലറി ഡിഡ് എന്ന് ഓർമ്മിക്കുക. ഇത് പോസിറ്റീവ് സെന്റൻസ് ആയതുകൊണ്ട് ഉത്തരം നമുക്ക് ഡിഡിന്റ് എന്നാവും. ഡിഡിന്റ് ഹി എന്നായിരിക്കും ഉത്തരം. ഓർമ്മിക്കുക, ഈ യൂസ്ഡ് ടു വരുമ്പോൾ, യൂസ്ഡ് ടു ചിലരെ ഇങ്ങനെ ഈ ഡി വെച്ച് കണ്ടെത്തിയേക്കാം. പക്ഷെ നോക്കി നോക്കൂ, യൂസ്ഡ് ടു എന്ന് വരുമ്പോൾ എപ്പോഴും യൂസ്ഡ് ടു ക്വസ്റ്റ്യനിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഓർമ്മിക്കേണ്ടത് ഡിഡ് ആയിരിക്കും നമ്മുടെ ഓക്സിലറി വേർബ് വരേണ്ടത്. നമ്മുടെ ക്വസ്റ്റ്യൻ ടാഗ് തുടങ്ങേണ്ടത് ഡിഡിൽ നിന്നായിരിക്കണം. ഡിഡിൽ നിന്നായിരിക്കണം. അപ്പോൾ ഇവിടെ എന്താണ് അല്ലേ, ഇവിടെ നമ്മൾ ക്വസ്റ്റ്യൻ എന്താ കണ്ടത്, ക്വസ്റ്റ്യൻ എന്തിലായിരുന്നു നമ്മൾ എഴുതിയത്? ക്വസ്റ്റ്യൻ നോക്കൂ, ഹി യൂസ്ഡ് ടു ക്ലൈംബ് ട്രീസ് അല്ലേ. അവൻ എപ്പോഴും എന്താണ് മരത്തിൽ കയറാറുണ്ടായിരുന്നു എന്നാ പറയുന്നത്. യൂസ്ഡ് ടു ക്ലൈംബ് ട്രീസ്. ഇത്തരം കേസിൽ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യാ, ഇതൊരു പോസിറ്റീവ് സെന്റൻസ് ആയതുകൊണ്ട് തന്നെ യൂസ്ഡ് ടു വന്നു കഴിഞ്ഞാൽ ഡിഡ് എന്ന ഓക്സിലറി ചേർക്കുക. ഇവിടെ എന്താ ഡിഡിന്റ് ഹി എന്നായത് കാരണം എന്താണ്, ഹി യൂസ്ഡ് ടു ക്ലൈംബ് ട്രീസ്. മരത്തിൽ കയറാറുണ്ട് അല്ലേ, മരത്തിൽ കയറുന്ന ശീലമാണ്, അതുകൊണ്ടാണ്. അത് പോസിറ്റീവ് സെന്റൻസ് ആണ്. അപ്പൊ പോസിറ്റീവിനെ നെഗറ്റീവിലാക്കുമ്പോൾ ഡിഡിന്റ് ഹി എന്നാണ് ഉത്തരം വേണ്ടത്. ഓർമ്മിക്കുക, സ്റ്റേറ്റ്മെന്റിൽ യൂസ്ഡ് ടു ഓക്സിലറി വേർബായി വന്നാൽ ക്വസ്റ്റ്യൻ ടാഗ് ഓക്സിലറി വേർബ് ഡിഡ് ആയിട്ട് ഉപയോഗിക്കണം. ഇപ്പൊ നമ്മൾ പറഞ്ഞതിൽ ഒന്ന് ആമിന്റെ കാര്യത്തിലും ഒന്ന് ഓർമ്മിച്ച് വെക്കണ്ടേ, ആമ് വരുമ്പോൾ നമ്മൾ ആറിൻ്റെ അല്ലേ, പോസിറ്റീവ് ആണെങ്കിൽ ആറിൻ്റെ എന്നും നെഗറ്റീവിലാണെങ്കിൽ ക്വസ്റ്റ്യൻ സ്റ്റേറ്റ്മെന്റ് തന്നെ ആം ഐ എന്നും ചെയ്യണം. രണ്ടാമത് ഞാൻ പറഞ്ഞത് നിങ്ങളോട് ഓർമ്മിച്ച് വെക്കാൻ പറഞ്ഞ എന്താണ്, രണ്ട് ഓക്സിലറി വെർബ് നിങ്ങൾക്ക് സെന്റൻസിൽ ഒരുമിച്ച് തരികയാണെങ്കിൽ ആദ്യത്തെ ഓക്സിലറി വെർബ്, ആദ്യം തന്നിരിക്കുന്ന ഓക്സിലറി വെർബ് മാത്രം നോക്കിയിട്ട് ചെയ്യുക. ഇനി അടുത്ത പറയുന്നത് എന്താണ്, യൂസ്ഡ് ടു. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. യൂസ്ഡ് ടു ഓക്സിലറി വെർബായി വന്നു കഴിഞ്ഞാൽ ഉത്തരം എപ്പോഴും ക്വസ്റ്റ്യൻ ടാഗ് എപ്പോഴും ഡിഡിൽ വെച്ച് സ്റ്റാർട്ട് ചെയ്യണം. ഡിഡ് ആയിരിക്കണം നിങ്ങളുടെ ഓക്സിലറി വെർബ് അവിടെ ചേർക്കേണ്ടത്. നോക്കൂ, ഇനി ഒരു അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് ചെയ്യണേ. നേരത്തെ എല്ലാം നമുക്ക് വേഗം ചെയ്തു പോവും. പക്ഷെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗ് നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധിച്ച് ചെയ്യേണ്ടതാണ്. ഉത്തരം നമ്മൾ എത്തും, പക്ഷെങ്കിൽ എന്ത് ചെയ്യാ,
തിരക്ക് കൂട്ടി ഉത്തരത്തിൽ നിന്ന് മാറിപ്പോവാതിരിക്കുക. ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിക്കുക, ഏറ്റവും ഈസി ആയിട്ട് വാങ്ങാൻ പറ്റുന്നതാണ്. ഫ്യൂ പീപ്പിൾ നോ ദ ആൻസർ. ഓപ്ഷൻസ് എഴുതി വെച്ചോളൂ. ഡിഡ് ദേ, ഡിഡിൻറ്റ് ദേ, ഡിഡ് ദേ, ഡിഡിൻറ്റ് ദേ, വിൽ ദേ, ഡു ദേ. ഡിഡിൻഡ്. എന്താണ്? Did they? Option ഡിഡ് A. ദേ, ഒരാൾക്ക് ഉത്തരം കിട്ടി. ഡിഡ് ദേ, Answer. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഉത്തരം ഉണ്ടോ? Option A. Did they is the answer. Did they? ഡിഡ് ദേ. ഡിഡ് ദേ ആണ് ഉത്തരം. ഡിഡ് ദേ ആണ്. കാരണം എന്താണ് നോക്കൂ, എനിക്ക് Few കിട്ടാത്ത ആരെങ്കിലും ഒക്കെ ഉണ്ടാവുമല്ലോ, അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് എന്താണ്? Few negative ആണ്. ഫ്യൂ നെഗറ്റീവ് ആണ്. സ്റ്റേറ്റ്മെന്റ് എന്താണ്? നെഗറ്റീവിലാണുള്ളത്. അപ്പൊ നമുക്ക് പോസിറ്റീവ് ആണ് ക്വസ്റ്റ്യൻ ടാഗ് വേണ്ടത്. അപ്പൊ ഡിഡിന്റെ ഞാൻ വെട്ടാ. പിന്നെ വേറെ ഏതാണ്? ഡിഡിന്റെ മാത്രമേ അവിടെ ഒരു നെഗറ്റീവ് ആയിട്ടുള്ളൂ അല്ലെ, അവിടെ ഒരു നെഗറ്റീവ് ആയിട്ട്. പിന്നെ നമുക്ക് ഡിഡും ഡൂയും വിൽ ദേയും ആണുള്ളത്. ഇനി നമ്മൾ നോക്കേണ്ടത് എന്താണ്? ഫ്യൂ പീപ്പിൾ ന്യൂ ദ ആൻസർ. ഇത് കിട്ടാത്തവർക്ക് വേണ്ടിയിട്ടാണ്. ന്യൂ അല്ലെ, ഫ്യൂ പീപ്പിൾ, കുറച്ചാൾക്ക് അല്ലെ. ഫ്യൂ പീപ്പിൾ ന്യൂ. ഇവിടുത്തെ ഓക്സിലറി വേർബ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. ഇവിടെ ഓക്സിലറി ആമ, ആസോ, ആരോ, വാസോ, വേരോ, ഹാവോ, ഹാഡോ, അല്ലെങ്കിൽ ഡു, ഡസ്, ഡിഡോ, ഇവരെയൊന്നും നമ്മൾ ഇവിടെ കാണുന്നില്ല. പകരം നമുക്ക് കാണാൻ കഴിയുന്ന ന്യൂ എന്ന് പറയുന്ന എന്താണ്, ഒരു മെയിൻ വെർബിനെ മാത്രമേ നമ്മൾ ഇവിടെ കാണുന്നുള്ളൂ അല്ലേ. ഈ മെയിൻ വെർബിന് നമ്മള് മനസ്സിലാക്കുക, ഇവിടെ ന്യൂ എന്ന് പറയുന്ന ഒരു വെർബാണെന്ന് അല്ലെ, അറിയുന്നത് ഒരു കാര്യം ഒരു വെർബാണെന്ന് മനസ്സിലാക്കണം. അതും നിങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ V1, V2, V3 കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ സ്വന്തമായിട്ട് പഠിച്ചു വെക്കുന്നത് നല്ലതായിരിക്കും. ഏത് ഇറഗുലർ വെർബ് എന്ന് ഒന്ന് ഗൂഗിൾ ചെയ്താൽ കുറെ ഇറഗുലർ വെർബ്സ് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ പൊതുവെ കുഴപ്പിക്കുന്ന ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത് പൊതുവെ ഈ ഇറഗുലർ വെച്ചായിരിക്കും, ചിലപ്പോൾ മാറിപ്പോവാൻ. നോ ന്യൂ ആണ് അല്ലേ, ഇതൊരു ഇറഗുലർ വെർബാണ്. നോന്റെ രണ്ടാമത്തെ ഫോമിലാണ് ന്യൂ എന്ന് പറയുന്നത് അല്ലേ. നോ, ന്യൂ, നോൺ എന്നാണ് പറയുക. അപ്പൊ ന്യൂ എന്ന് വന്നത് കൊണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, ഡാൻസസ് ആണെങ്കിൽ എസ് വന്നു കഴിഞ്ഞാൽ വേറെ ഒന്നും നമുക്ക് ചിന്തിക്കാനില്ല. എസ് വന്നു കഴിഞ്ഞാൽ ഡസ് ആണെങ്കിൽ ഇവിടെ മെയിൻ വെർബ് രണ്ടാമത്തെ ഫോമാറ്റിലാണെങ്കിൽ അവിടെ ഡിഡാണ്. ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്ന ആരാണെന്നാ പറയുന്നത്? ഡിഡാണ്. ന്യൂവിന്റെ ഉള്ളിൽ ഒളിഞ്ഞൊക്കെ ന്യൂ, ഡിഡ് നോ എന്നാണ് ന്യൂ ആയി മാറിയത്. ഡിഡ് പ്ലസ് നോ എന്ന് KNOW, നോ എന്നുള്ളതാണ് ന്യൂ ആയി മാറിയിരിക്കുന്നത്. അപ്പോ നമ്മുടെ ഈ ഉള്ളിലിരിക്കുന്ന ആളെ പുറത്തേക്ക് എടുത്താൽ ഡിഡാണ് ഉത്തരം കിട്ടുക. കാരണം എന്താണ്? ഇവിടെ പോസിറ്റീവിലല്ല സെന്റൻസിലെ, നെഗറ്റീവിലാണുള്ളത്. അതുകൊണ്ട് നമുക്ക് പിന്നെ ഡിഡിന്റ് വേണോ? വേണ്ട. നമുക്ക് പിന്നെ വേണ്ടത് ഡിഡാണ്. ഡിഡ് അല്ലേ, ഡിഡ് നമുക്ക് ഉത്തരം കിട്ടി. പിന്നെ എങ്ങനെയാ ദേ എന്ന് വന്ന? ഫ്യൂ പീപ്പിൾ, കുറച്ച് ജനങ്ങളുണ്ട്, കുറച്ച് ആൾക്കാരുണ്ട്. അവരെ നമ്മൾ ഉപയോഗിക്കുന്ന വേർഡ് എന്താണ്? അവരുടെ പ്രോനൗൺ എന്താണ്? കുറച്ചു പേര് പറയുന്ന എന്താ? ദേ, അവർ അല്ലെ. അവരെ കാണിക്കാൻ നമ്മൾ പറയുന്നത് എന്താണ്? ഡിഡ് ദേ എന്നാണ്. ഒരു ക്വസ്റ്റ്യനും കൂടി ചെയ്യാം. A few girls know his house. ഓപ്ഷൻസ് പറയട്ടെ. ഓപ്ഷൻസ്: ഡു ദേ, ഡിഡ് ദേ, ഡിഡ് ദേ, ഡോണ്ട് ദേ, ഡിഡിൻറ്റ് ദേ. Option B, did they? Don't they is the answer. Don't they? കുറച്ച് രണ്ട് മൂന്ന് ആൻസർ കിട്ടും അല്ലെ. ഇങ്ങനത്തെ കേസ് വരുമ്പോൾ ഒന്നും കൂടി ശ്രദ്ധിക്കുക, വായിച്ചു നോക്കുക. A few girls know his house.
എ ഫ്യൂ ഗേൾസ് നോ ഹിസ് ഹൗസ്. ഫസ്റ്റ് ഓഫ് ഓൾ Don't they? ആ ആ നമ്മള് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് ഐഡന്റിഫൈ ചെയ്യണം. സ്റ്റേറ്റ്മെന്റ് പോസിറ്റീവ് ആണോ നെഗറ്റീവ്. നമ്മൾ നേരത്തെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഫ്യൂ ലിറ്റിൽ എന്നിവയൊക്കെ വരുമ്പോൾ നെഗറ്റീവ് ആണെന്ന്. പക്ഷെങ്കിൽ എ ഫ്യൂവിൻ്റെ കൂടെ എ ഫ്യൂ, എ ലിറ്റിൽ എന്നൊക്കെ പറയുമ്പോൾ അതെന്താണ്, പോസിറ്റീവ് വേർഡാണെന്ന് ഓർമ്മിക്കണേ. ഫ്യൂ, വെറും ഫ്യൂവും ലിറ്റിൽ എന്ന് പറയുന്നത് നെഗറ്റീവ് ആണെങ്കിൽ എ ഫ്യൂ, എ ലിറ്റിൽ എന്ന് പറയുന്നതൊക്കെ എന്താണ്, ആ പോസിറ്റീവാണ്, അവ നെഗറ്റീവ് അല്ല. അപ്പം നമ്മൾ ഇത് പോസിറ്റീവ് സെൻറ്റൻസ് ആണെന്ന് നമ്മൾ മനസ്സിലാക്കി. ആൻഡ് ദെൻ വി ആർ ഗോയിങ് ടു ഐഡൻറ്റിഫൈ, അല്ലേ, എന്താണ്, ജസ്റ്റ് ലുക്ക് അറ്റ് ദ സെൻറ്റൻസ്. നമ്മൾ സെൻറ്റൻസ് നോക്കിയപ്പോഴേ നമുക്ക് എന്താണോ, നമ്മളിവിടെ ഓക്സിലറിനെ കാണുന്നില്ല. എപ്പോഴും സെൻറ്റൻസ് കിട്ടി അപ്പടി തിരക്ക് കൂട്ടരുത്, ഒന്ന് വായിച്ചു നോക്കുക. വായിച്ചു നോക്കിയിട്ട് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് എഴുതി വെക്കുക. അതിന് ശേഷം എന്താണ് നമ്മൾ നോക്കേണ്ടത്, ഇതിൽ ഓക്സിലറി വേർബ് ഉണ്ടോ. ഓക്സിലറി വേർബ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, എം, ഈസ്, ആറ്, വാസ്, വര്, ക്യാൻ, കുഡ്, ഷാൾ, ഷുഡ്, ഡു, ഡസ്, ഡിഡ്, ഇതൊക്കെ നമുക്കറിയാം അല്ലേ. യൂസ്ഡ് ടു ആണോ ഡെയർ ആണോ, ഇതേതെങ്കിലും ആണോ എന്ന് നോക്കി. ഇവിടെ ആരെയും നമ്മൾ കണ്ടിട്ടില്ല. ഇങ്ങനെ കാണാത്ത കേസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ഒരു മെയിൻ വെർബ് ഉണ്ടാവും, ഒരു വെർബ് ഉണ്ടാവും, ഒരു ആക്ഷൻ വേർഡ് ഉണ്ടാവും, ഇതിലെന്തോ ഒരു പ്രവൃത്തി ഉണ്ടാവും. അതെന്താ പ്രവൃത്തി, എ ഫ്യൂ ഗേൾസ് നോ ഹിസ് ഹൗസ്. കുറെ പെൺപിള്ളേർക്ക് എന്തുണ്ട്, എന്തറിയാന്നാ പറയുന്നത്, അവന്റെ വീടറിയാം. നോ, അല്ലേ, അവന്റെ വീടറിയാം, വെർബാണ് അല്ലേ. നമ്മൾ പഠിച്ചല്ലോ V1 V2 V3 നമുക്കറിയാം. അതിൽ നമ്മൾ നോ എന്ന് പറയുന്ന ആളെ കണ്ടിട്ടുണ്ട്, വെർബാണ് അവിടെ ഉള്ളത് അല്ലേ. നോ, നോ അല്ലേ. V1 എന്താണ്, നോ, ന്യൂ, നോൺ, അതാണ് 3 വെർബ്. ഒന്ന് ചെയ്യാം, നിങ്ങൾ ഇറഗുലർ വെർബ് എന്നുള്ളത് ജസ്റ്റ് വെർബ് ആദ്യം ഒന്ന് വെർബ് അടിച്ചു നോക്കുക, ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുക. കുറച്ച് വെർബ് നിങ്ങൾ കാണും, V1 V2 V3 എന്ന് പറയുന്ന രീതിയിൽ. പൊതുവേ നമ്മൾ പണ്ട് സ്കൂളിൽ ചെയ്തതാണ്, അതൊന്ന് ഓർമ്മ കിട്ടാൻ വേണ്ടിയിട്ടാണ്. കുറേ പേർക്കൊക്കെ അറിയാം, കുറച്ച് പേർക്ക് അറിയാത്ത ഉണ്ടാവും. അവർ ജസ്റ്റ് ഐഡന്റിഫൈ ചെയ്യുക, ഒന്ന് ഓർമ്മിച്ചെടുക്കുക, പൊടി തട്ടി എടുക്കുന്നേ ഉള്ളൂ. V1 V2 ഒന്ന് നോക്കി വെക്കുക. കുറേ വേർഡ്സ് വരും, വെർബായിട്ട് വരും. അപ്പോൾ അത് കഴിയുമ്പോഴേ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഒരു ഇറഗുലർ വെർബ് എന്നുള്ളത് നിങ്ങൾ ഇന്ന് എഴുതി വെച്ചോളൂ. ഇന്ന് വേറെ ജോലികളൊന്നും രാത്രി ചെയ്യാനില്ലാത്തവർ ഇന്ന് തന്നെ ഇപ്പം തന്നെ എന്താണ് ഇറഗുലർ വെർബ് എന്ന് എഴുതിയിട്ട് ഒരു നോട്ടിന് ഒരു ഭാഗത്തേക്ക് V1 V2 V3 എന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് അല്ലേ വെർബ് എഴുതിയ ഗൂഗിൾ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് വളരെ കുറച്ച്, അതായത് കുറച്ച് നിങ്ങൾക്ക് അറിയേണ്ട കുറച്ച് വെർബ് അതിൽ വരും. ആ വെർബ് നിങ്ങൾക്ക് അറിയില്ല, ഇതെനിക്ക് അറിയില്ല എന്ന് തോന്നുന്നത് V1 V2 V3 ഇറഗുലർ വെർബ് ഇന്ന് തന്നെ എഴുതിയൊക്കെ ഇറഗുലർ വെർബാണ്. അപ്പൊ നോ എന്ന് പറയുന്നത് എന്താണ്, V1 ആണ്. ഈ V1 എന്താ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, മെയിൻ വെർബിന്റെ കൂടെ എസ് വന്നാൽ ഡസും, അതിന്റെ രണ്ടാമത്തെ ഫോം V2 ആണെങ്കിൽ നമ്മൾ ഡിഡും കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഇതെന്താ, നോ എന്ന് പറയുന്നത് ഒന്നാമത്തെ രൂപമാണ്. ഒന്നാമത്തെ രൂപത്തിന്റെ കൂടെ ഇവിടെ ഒരു ഡു ഉണ്ട് അല്ലേ, വെറും നോ അല്ല, അത് ഡു പ്ലസ് നോ ആണ്. നോ, അവിടെ ഉള്ളിൽ ഒരാളുണ്ട്, അത് ഡു ആണ്. ഈ ഡൂന് എന്താ നമ്മൾ ചെയ്യേണ്ടത്, എ ഫ്യൂ ഗേൾസ് നോ ഹിസ് ഹൗസ്. ഇത് പോസിറ്റീവ് സെന്റൻസ് ആണ്. ഈ പോസിറ്റീവിനെ നമ്മൾ നെഗറ്റീവിലാക്കണമല്ലോ. അപ്പൊ നെഗറ്റീവിലാക്കണമെങ്കിൽ നമ്മൾ പോസിറ്റീവ് ആൾക്കാരെല്ലാം അപ്പം തന്നെ വെട്ടിക്കളഞ്ഞോ, ഡിഡ് ദേ, ഡൂ ദേ എന്നെല്ലൊക്കെ വെട്ടി. ഇനിയിപ്പം എന്താ, നെഗറ്റീവുള്ള 2 ആൾക്കാരേ ഉള്ളൂ, ഒന്ന് ഡിഡ് ആണോ അല്ലെ ഡൂ ആണോ. ഇതൊരു V1 ആണ്, ബേസ് ഫോം ആണ് അല്ലെ, റൂട്ട് വേർബാണ്. റൂട്ട് എന്ന് വെച്ചാൽ അതിന്റെ ഏറ്റവും ബേസ് ആയിട്ടുള്ളത്. ഇതിന്റെ അപ്പുറത്തിലെ നോ, ന്യൂ, നോൺ എന്നാണ് പറയെങ്കിൽ നോ എന്ന് പറയുന്ന ബേസ് വേർബാണ് അല്ലെ, ബേസ് റൂട്ട് വേർബാണ് അല്ലെ, റൂട്ട് വേർഡ് ആണ്. അപ്പൊ അത് V1 നമുക്ക് എന്താണ്, അതിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ആളാരാണ്, ഡു ആണ്. അപ്പൊ ഇവിടെ എന്താണ്, ഇത് നെഗറ്റീവ് ആയതുകൊണ്ട് അല്ലെ, ഇത് പോസിറ്റീവ് ആയതുകൊണ്ട് നമുക്ക് വേണ്ട ക്വസ്റ്റ്യൻ ടാഗ് എന്താണ്, നെഗറ്റീവിലായിരിക്കണം. അപ്പൊ ഡോണ്ട് ദേ എന്നാണ് ഉത്തരം കിട്ടുക. ഡോണ്ട് ദേ എന്നാണ് ഉത്തരം കിട്ടിയിട്ടുണ്ടല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും. മനസ്സിലാവാത്ത ബുദ്ധിമുട്ടുണ്ടോ, അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, ഈ പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടോ?
ആരെങ്കിലും ഒന്ന് റിപ്ലൈ ചെയ്യോ? ഓക്കെയാണ് ടീച്ചർ. മനസ്സിലായിട്ടുണ്ട് അല്ലെ? ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻ തരാം. ഇത് ഇന്ന് നിങ്ങൾ ചെയ്യേണ്ടതാണ്. എഴുതി വെച്ചോളൂ. ദേ റയർലി, വേഗം എഴുതണേ. ദേ റയർലി സ്പീക്ക് ഇംഗ്ലീഷ്. ദേ റയർലി സ്പീക്ക് ഇംഗ്ലീഷ്. ഓപ്ഷൻസ് വേണോ? അല്ലെ നിങ്ങൾ തന്നെത്താനെ കണ്ടെത്തോ? ഓപ്ഷൻസ് വേണോ? അന്ന് ഓപ്ഷൻസ് എഴുതിച്ചോളൂ. ഡിഡ് ദേ, ഡിഡ് ദേ, ഡു ദേ, ഡിഡിൻഡ് ദേ, വേഗം എഴുതണേ. ഡിഡിൻഡ് ദേ, ഡോണ്ട് ദേ, ഡോണ്ട് ദേ. എഴുതി കഴിഞ്ഞോ? എഴുതി കഴിഞ്ഞില്ലേ? അടുത്ത ക്വസ്റ്റ്യൻ. One should not be too strict. Options A, shall one. അടുത്ത ഓപ്ഷൻ should one. അടുത്ത ഓപ്ഷൻ would one. shouldn't one. അടുത്തത് shouldn't one. ക്വസ്റ്റ്യൻ ഒന്നുകൂടി പറയാമോ? One should not be too strict. One should not too strict. One should not be too strict. അടുത്തൊരു ക്വസ്റ്റ്യനും കൂടി. I seldom get a chance to visit them. Options: did I, do I, don't I, didn't I. എഴുതിയോ? I seldom get a chance to visit them. Option: did I, don't I, didn't I, do I. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ കൂടി എഴുതി പറയട്ടെ. She answered the questions. Option A, aren't she? B, hasn't she? C, didn't she? Was she? ഒന്നും കൂടി എഴുതിക്കോളൂ. Everybody wants
to everybody wants to be happy. Option A, don't they? Option B, doesn't they? Option C, do they? Option D, does they? Everybody wants to be happy. അതിൻ്റെ ഓപ്ഷൻസ് don't they, doesn't they, does they, do they. It rained, അടുത്ത ക്വസ്റ്റ്യൻ ആണ്. It rained yesterday. ഇപ്പൊ തന്നെ ചെയ്യണേ, ഇത് നിങ്ങൾ ക്ലാസ് കഴിഞ്ഞാൽ ഇപ്പൊ തന്നെ ചെയ്യാ, പിന്നെ മറന്നുകൊണ്ട. It rained yesterday. അതിന്റെ ഓപ്ഷൻസ് didn't it, wasn't it, was it, isn't it. നമുക്ക് ഇന്ന് ഇത്രയും കാര്യങ്ങൾ മതി. ബാക്കി കുറച്ചുകൂടി ഒരു 2 കാര്യങ്ങൾ കൂടിയേ ഈ ക്വസ്റ്റ്യൻ ടാഗിൽ പറയാനുള്ളൂ. അതായത് ഇമ്പരേറ്റീവ് സെന്റൻസിൽ വരുന്നതും ഒരു എക്സ്ട്രാ ആയിട്ട് വേറൊരു കാര്യം കൂടി മാത്രമേ പറയാനുള്ളൂ. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. അടുത്ത ക്ലാസ്സിൽ ഇതും നമുക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണമെന്ന് തോന്നിയ ഏതെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഈ ക്വസ്റ്റ്യൻ ടാഗിന്റെ കുറച്ച് കാര്യങ്ങളുണ്ട്. ബാക്കി വേറെ ഏതാ നിങ്ങൾക്ക് ചെയ്യണം എന്ന് തോന്നുന്നത്? ഏതെങ്കിലും ഉണ്ടോ? ഓപ്ഷൻസ് ഉണ്ടോ നിങ്ങൾക്ക് പറയാൻ? അല്ലെങ്കിൽ ഇഫ് ക്ലോസ് എടുക്കാം നമ്മള്, അല്ലെ ടെൻസിലേക്ക് മാറാനാണോ? ഏതാ ചെയ്യേണ്ടത്? ക്വസ്റ്റ്യൻ ടാഗ് കഴിഞ്ഞിട്ട് അടുത്ത നിങ്ങൾക്ക് ഏതാ ക്വസ്റ്റ്യൻ ചെയ്യണം എന്ന് തോന്നുന്നത്? അല്ലെങ്കിൽ ഏത് പോർഷൻസാ നിങ്ങൾക്ക് വളരെ ടഫായിട്ട് തോന്നുന്നത്, കുറച്ച് നേരത്തെ ചെയ്ത് വെക്കാന്ന് തോന്നുന്നത്? അങ്ങനെയൊന്നുമില്ല ഞാൻ എടുക്കുന്നത്. റിപ്പോർട്ടർ സ്പീച്ച് ചെയ്യണമെങ്കിൽ നമ്മൾ ടെൻസ് പഠിക്കണം. അതാണ് അതിൻ്റെ ഒരു പ്രശ്നം. ശരി, നമുക്ക് ആക്റ്റീവും പാസീവും ഒന്ന് ചെയ്ത് നോക്കാം. അതിൽ ഇത്ര ബുദ്ധിമുട്ടുണ്ടാവില്ല. അല്ലേ വേണ്ട, നമുക്കൊരു ഇഫ് ക്ലോസ് ചെയ്തിട്ട് ടെൻസ് കഴിഞ്ഞിട്ട് റിപ്പോർട്ടഡ് ചെയ്യാം. കാരണം വെച്ചാൽ റിപ്പോർട്ടിൽ ടെൻസ് മാറ്റുന്നതാണല്ലോ, നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ, കുറച്ചൊക്കെ നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും. അതിൻ്റെ അകത്ത് ടെൻസ് മാറ്റുന്നതാണ്. ടെൻസ് മാറ്റാത്തത് പിന്നെ ഉള്ളത് ആക്റ്റീവും പാസീവും ആണ്. എനിക്ക് തോന്നുന്നു ഈ ക്വസ്റ്റ്യൻ ടാഗിന്റെ ബാക്കിയും നമുക്ക് മോഡൽ ഓക്സിലറി വെർബ്സോ? മോഡൽ ഓക്സിലറി വേർബ് ആണ്. ഈ ക്യാന്, ഷുഡ് എന്നൊക്കെ പറയുന്നില്ലേ, ക്യാന്, കുഡ്, ഷാൾ, ഷുഡ് എന്ന് പറയുന്നതാണ് മോഡൽ ഓക്സിലറി വേർബ്. മോഡൽ ഓക്സിലറി വേർബ് ഇപ്പൊ പറയാതിരുന്നത് ഇതിന്റെ അകത്തുള്ളത് തന്നെയാണ്. നിങ്ങൾ ജസ്റ്റ് ഒരു ഓക്സിലറി വേർബ് ഇപ്പം മനസ്സിലാക്കി വെച്ചാൽ മതി എന്ന് ചോദിച്ചുകൊണ്ടാണ്. ക്യാനും, കുഡും, ഷാളും, ഷുഡും, മേ, മൈറ്റ് എന്നൊക്കെ പറയുന്നതാണ് മോഡൽ ഓക്സിലറി. ചിലപ്പോൾ മൊഡാൽ ഓക്സിലറി എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ക്വസ്റ്റ്യൻ ടാഗിൽ വാട്ടെവർ മോഡൽ ഓക്സിലറി ആണെങ്കിലും അല്ലെങ്കിൽ ഓക്സിലറി വേർബ് ആണെങ്കിലും നമുക്ക് ചെയ്യേണ്ടത് ഇത് മാത്രമാണ്. നമ്മൾ പറഞ്ഞ ആ ഒരു റൂൾസിൽ വരുന്ന കാര്യങ്ങളേ ഉള്ളൂ. നോട്ടിൽ ഉണ്ടാവും. നോട്ട് പറയുന്നതിൽ വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പിന്നെ മോഡൽ ഓക്സിലറി എന്ന് വേറെ എഴുതിയിട്ട് തരാം. അല്ലെങ്കിൽ നമ്മൾ കോൺകോഡിലേക്കാണ് അടുത്ത ദിവസം പോവുക. ക്വസ്റ്റ്യൻ നമുക്ക് എന്നാ കോൺകോഡ് ചെയ്യാം. അതായത് സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റിലേക്ക് പോകാം. അതിന് ശേഷം എന്ത് ചെയ്യാം? കോൺകോഡ് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ ഈഫ് ക്ലോസ് ചെയ്യാം, അല്ലെങ്കിൽ ഈഫ് ക്ലോസ് ചെയ്തിട്ട് കോൺകോഡ് ചെയ്യാം. എന്തായാലും റിപ്പോർട്ടഡ് സ്പീച്ച് നമുക്ക് ടെൻസ് ചെയ്യാണ്ട് പോകാൻ പറ്റില്ല. ടെൻസ് കഴിഞ്ഞിട്ട് മാത്രമേ റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് പോവുള്ളൂ. അതിനനുസരിച്ച് കാര്യങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് ചെയ്തുതരാം. ഇന്ന് തന്നെ ഇപ്പം തന്ന ക്വസ്റ്റ്യൻ ചെയ്യണം. അതേപോലെ തന്നെ ഇറഗുലർ വെർബ് കണ്ടെത്തി എഴുതുക, നിർബന്ധമായിട്ട് ചെയ്യേണ്ടതാണ്. ഇറഗുലർ വെർബ് എഴുതി വെക്കുക. നിങ്ങൾക്ക് ചിലപ്പോൾ ഏതെങ്കിലും തന്നാൽ ചിലപ്പോൾ V2 വന്നാൽ ചിലപ്പോൾ അറിയാത്തതുണ്ടെങ്കിൽ പിന്നെ ബുദ്ധിമുട്ടായിരിക്കും. ഡു ആണോ ഡിഡ് ആണോ എഴുതേണ്ടതെന്നുള്ള കൺഫ്യൂഷൻ വരും. അതുകൊണ്ടാണ് ഇറഗുലർ വെർബ് പെട്ടെന്ന് എഴുതി വെക്കുക. ഇന്ന് തന്നെ സമയമുണ്ട്, ഇന്ന് തന്നെ എഴുതി വെക്കുക.
പിന്നെ നിങ്ങൾ ഓക്സിലറി വേർബുമാണ്. ഒന്ന് ഗൂഗിൾ ചെയ്തോളൂ. ക്യാനും കുഡ് ഷാള് ഷുഡ് തന്നെയാണ് ഓക്സിലറി വേർബ്, ഹെൽപ്പിംഗ് വേർബാണ്. നമുക്ക് മോഡൽ, അതായത് ക്വസ്റ്റ്യൻ ടാഗിൽ മോഡൽ ഓക്സിലറിയും നമ്മുടെ ഓക്സിലറിയും തമ്മിൽ വ്യത്യാസപ്പെട്ട് ഒരു എന്തില്ല, ഒരു റൂള് പറയുന്നില്ല. അതുകൊണ്ടാണ് മോഡൽ ഓക്സിലറി ഇതാണ്, ഇത് വരുമ്പോൾ ഇങ്ങനെ വരുന്നു എന്ന് പറയാതിരുന്നത്. ഓക്കെ, ഇന്നത്തെ ക്ലാസ് ഇത്രയും മതിയാവും. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നോട്ട് നിങ്ങൾക്ക് അയച്ചു തരാം. ഇന്ന് അയക്കില്ല, നാളെ അയക്കും. കാരണം ഇന്നല്ലേ നിങ്ങൾക്ക് കുറച്ച് വർക്ക് തന്നിട്ടുണ്ടല്ലോ, ആ വർക്ക് നിങ്ങൾ ചെയ്യും, അതിനനുസരിച്ച് നോട്ട് തരാം. ഓക്കെ, എന്തായാലും അടുത്ത ദിവസം തന്നെ നോട്ട് തരാം. ഓക്കെ, അയച്ചു തരും. നോട്ട് അയച്ചു തരും. ഓക്കെ, താങ്ക് യു ഓൾ ഓഫ് യു. വെൽക്കം മാം. Thank you, ma'am.